നേരത്തെ എ പി ഉസ്താദ് അവർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇരിക്കൂർ എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമം ലീഗുകാർ പഞ്ചായത്ത് ഭരിക്കുന്നു. അവിടുത്തെ ആ പഞ്ചായത്തിന്റെ സെക്രട്ടറി അബൂബക്കർ 2 മാസമായിട്ട് എന്നെ വിളിക്കുന്നു. കാരണം എന്താ, നിങ്ങൾ മടവൂർ ഷേഖിന്റെ അടുത്തുള്ള ആളാണ്, ഒരു നേർച്ച ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് വീട്ടിൽ കയറിയിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല, ഞാൻ ഈ കിതാബ് ഓതിയ ആളല്ലേ, ഞാൻ അവിടെയുള്ള ആ മുഖാമി സാദാത്യങ്ങള് ചെറുപ്പ് എന്റെ തലിന്റെ മുകളിൽ കൊണ്ടുകൊണ്ട് ആ ചെറുപ്പിന്റെ ശക്തിയാണ് എന്റെ നായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. ആ അബൂബക്കർ എന്നോട് ഒരു സംഭവം പറഞ്ഞു. ഇന്ന് അയാളെ ഹയാത്തിലുണ്ട്. അയാൾ പറഞ്ഞ എന്റെ കാർന്നൂര് അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മുജാഹിദായി ഇരിക്കൂറിലാണ്. അയാൾക്ക് പ്രമേഹത്തിന്റെ സൂക്കേട്. എല്ലാവരും ആൾക്കാർ പറയുമ്പോ ഇയാളും പോയി ഒന്ന് കളിയാക്കാലോ. മടവൂർ ഷേഖിനോട് പറഞ്ഞു, എനിക്ക് പ്രമേഹം ഉണ്ട്. മടവൂർ ഷേഖ് പറഞ്ഞു, നല്ലോണം തേന് കുടിച്ചോ പോന്നു. തലശ്ശേരിയിൽ അബൂബക്കർ ഹാജി എന്ന ഡോക്ടറുണ്ട്. അയാളോട് ഈ അബൂബക്കർ പോയി പറഞ്ഞു, തേൻ കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞാടോ, എനിക്കും ഇതിന്റെ ഷേഖ് രണ്ടാക്കും പെറാന്ത, പൻസാര ഇല്ലാത്ത ചായ കുടിക്കുന്ന പ്രമേഹക്കാരൻ തേൻ കുടിച്ചാൽ നീ ബാക്കി ഉണ്ടാവുമെന്ന്. ഈ അബൂബക്കർ ഹാജിന്റെ ഭാര്യക്ക് സംശയം പോന്നില്ല. രണ്ടാമത് മടവൂർ ഷേഖിന്റെ അടുത്ത് പോയി. അബൂബക്കർ ഹാജിന്റെ മരുവനും കൂടെ ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം മടവൂർ ഷേഖ് താഴെ മുതൽ മുകളിൽ നോക്കി പറഞ്ഞു, നിനക്ക് പ്രമേഹം വേണ്ട, നിനക്ക് പ്രമേഹം വേണ്ട, നിനക്ക് പ്രമേഹം വേണ്ട, ഇന്ന് രാത്രി തേൻ കുടിച്ച് ഉറങ്ങുക. അബൂബക്കർ ഹാജിക്ക് അത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. രാത്രി പോയി നല്ലോണം തേൻ കുടിച്ച് കൂത്തോറുമ്പ് ഇരിക്കൂർന്ന് പിറ്റേന്ന് രാവിലെ സുബൈക്ക് 5 മണി ഫസ്റ്റ് ബസ് പിടിച്ച് തലശ്ശേരി പോയി. ഡോക്ടർ അബൂബക്കറോട് പറഞ്ഞ്, ഞാൻ 100 ഗ്രാം തേന് കുടിച്ചു പോയി ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞു, എന്നാ പിന്നെ എന്റെ ഷുഗർ 400 ആയിട്ടുണ്ടാവും. രക്തമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ ഷുഗർ നില്ല്. അബൂബക്കർ ഹാജി ഡോക്ടർ ചോദിക്കുന്നടോ, നീ കുടിച്ച തേൻ തന്നെയാണോ? അയാൾ പറഞ്ഞു, സത്യം ഞാൻ കുടിച്ച തേൻ. അതാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഒന്ന് അങ്ങാടി പോയി എല്ലാം നാസ്താക്കിച്ച് പോകാം. 12 മണി വരെ ഇയാൾ നല്ലോണം തിന്ന് വന്ന് 1 മണിക്കങ്ങ് പോയി. പിന്നെയും പരിശോധിച്ചു നോക്കുമ്പോ പ്രമേഹം ഇല്ല. ഡോക്ടർ അബൂബക്കർ പറഞ്ഞു, ഇത് എന്തു അയാൾ മുജാഹിദ? അവസാനം വൈകുന്നേരം വരെ തിന്ന് ഡോക്ടർ പറഞ്ഞ്, എനിക്ക് ഇനി BP ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ഇത് പ്രമേഹം മാറിപ്പോയി, ഇനി രണ്ടും അയാളെ കൊണ്ട് തന്നെ മാറ്റിക്കൊഞ്ചി ഇപ്പോ ഇനി ഇങ്ങോട്ട് വരണ്ട. അവസാനം മരിക്കുന്നവരെ അബൂബക്കർ ഹാജിക്ക് പ്രമേഹം വന്നിട്ടില്ല. 1-2 കറാമത്ത് എന്റെ സ്നേഹിതന്മാര്. ഞാനല്ല ദൃഢസാക്ഷി, നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന. ഇന്ന് ഈ സുന്നത്ത് ജമാഅത്തിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എന്തിനാ എത്തിയത്? ഈ ആലിമിങ്ങളെ മുമ്പിൽ ഞാൻ എന്തിനാ ഇവർ ആദരിക്കുന്നത്, കൈമുത്തുന്നത്? ദുനിയാവിന് വേണ്ടിയിട്ടാണോ? സത്യമല്ല. ആഖിറത്ത് നന്നാണോ എന്റെ സ്നേഹിതന്മാര്? ആഖിറത്ത് നന്നാണോ? 50 കൊല്ലത്തിന്റെ 60 കൊല്ലത്തിന്റെ ദുനിയാവങ്ങ് തീർന്നു പോവും. മണ്ണിന്റെ വീട്, ഇരുമ്പിന്റെ കാറ്, ശ്വാസമങ്ങ് നിന്നുപോയാൽ പേര് മാറിപ്പോയി. CM ഇബ്രാഹിം എന്ന് പറയൂല, മയ്യത്തെന്നാണ് വിളിക്കാം. ഈ മയ്യത്തിനെ കൊണ്ടുപോവാൻ ബെൻസുകാരിലല്ല, പള്ളിയിലുള്ള പിച്ചക്കെടുത്ത കട്ടില് ഏതോ മഹാൻ ബാവർ ദാനം ചെയ്ത സ്ഥലം. ആ സ്ഥലത്തല്ലേ എന്നെ ഇങ്ങളെ കൊണ്ടുപോയിട്ട് വെക്ക. ആ ഖബറിൽ മറുപടി കൊടുക്കുമ്പോ നമ്മൾ എന്താ പറയാ? ഞാൻ ഈ പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു, സോണിയാഗാന്ധി, ദേവേഗൌഡ, ഈ അഹമ്മദ്, ഇത് പറയാൻ പറ്റും? അതിന്റെ ഉള്ളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, മൻ റബ്ബുക മൻ ദീനുക, ഇത് പറയണമെങ്കിൽ മഹാന്മാരുടെ കാണിച്ച സന്മാർഗത്തിൽ ദീനെ മുറുക്കി പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ വിജയം നിങ്ങൾക്ക് കിട്ടും. ഇനി സുന്നത്ത് ജമാഅത്തിന് കോട്ടൂർ ഉസ്താദ്, ഉള്ളാളം തങ്ങള്, ഇവരെ നിങ്ങൾ ഈ കാണുന്ന തടിയല്ല, ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ റൂഹിന് നഫ്സിന് കൊടുത്ത പവറ് മനസ്സിലാക്കണമെങ്കിൽ ഞമ്മക്കും കുറച്ച് ബുദ്ധി വേണം. നമ്മൾ വിചാരിക്കും ഉസ്താദല്ലേ, നിസാറാക്കല്ല. ആരെങ്കിലും ഈ നാട്ടിൽ
അങ്ങനെ നിസ്സാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തോപ ചെയ്തോളി. ഇന്ന് കോട്ടൂർ ഉസ്താദ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു നിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആയുസ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഓരോരോ മഹാന്മാരുകൾ സഹായം മുജാഹിദ് വിട്ടേക്ക്, അത് ആകെയുള്ള 2.5%. നമ്മളെ സക്കാത്തും 2% അല്ലേ? അതിന്റെ അതും 2%, നമ്മളെ സക്കാത്തും 2%. പൈസന്റെ 2% സക്കാത്ത് അതുമല്ല. അതുകൊണ്ട് എനിക്ക് മുജാഹിദ് ദിവസം എന്റെ അടുത്ത് 1-2 മുജാഹിദ് സുന്നത്തെ ജമാഅത്തിലേക്ക് വരുന്നുണ്ട്. അത് അവസാനം ഓലിന്റെ അടുത്ത് കറാമത്ത് എന്ന് പറയുമ്പോൾ മൗലവി വരൂ, നമ്മളുടെ അടുത്ത് അങ്ങനത്തെ ഒരു കരാം. ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ ഒരു ഒലിനെ കാണിക്കാൻ പറ്റും നിങ്ങളില്ലെങ്കിൽ? ഏതെങ്കിലും ഒരാൾക്ക് സുഖമില്ലാന്ന് മന്ത്രിച്ചിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖടല്ല, ഉടനെ അവൻ ചത്തുപോകും. ബാക്കിയാവുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് പോലെ ആ ഏർപ്പാടിന് പോകില്ല. അതുകൊണ്ട് നമ്മൾ ഇല്ലൊന്നും വിശ്വസിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലം അവർക്ക് കൊടുത്തിട്ടില്ല. ഞാൻ അവരുടെ മുകളിൽ ദേഷ്യപ്പെട്ട് പറയുന്നതല്ല. അവരെ ഏതെങ്കിലും ഒരു മൗലവിനെ നോക്കിയിട്ട് ഒരു 100 മുഖം നോക്കി നിങ്ങൾ ആരെങ്കിലും വികാരമായ താടി, അതെങ്ങനത്തെയോ കൈക്കുപ്പായം, ആ താടി എന്ന് പറഞ്ഞാൽ ഒളവങ്കോട് കാട് വളർന്ന മാതിരി ഉണ്ടാവും. ഏത് ഭാഗത്തോ ഇങ്ങോട്ട് ഞാൻ പറയും. ഞാൻ എൻ്റെ അടുത്ത് കുറെ സ്നേഹിതന്മാരുണ്ട്, എടോ നിങ്ങൾ നല്ലൊരു ആലിമിനെ ഏതും കാണിക്കും, കറുത്തിട്ടുണ്ടെങ്കിലും സാരിയില്ല, പക്ഷെ ആ ഈമാന്റെ 100 ആണല്ലോ. അപ്പൊ ഹുസൈൻ മടൂർ വെളുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ആ മടൂർ പേരുള്ള ഹക്ക് കൊണ്ടാണ് അയാൾ വെളുത്തുപോയത്, അല്ലെങ്കിൽ അയാൾ വെളുക്കൂലായിരുന്നു. അപ്പോ ഹുസൈൻ മടൂർ ചിരിക്കുക, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം അയാളുള്ളത് അവിടെ തന്നെയാണ്. ഇവരെല്ലാരും കാണും. ഞാൻ ഇവരോട് എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ദിവസം 1-2 മുജാഹിദിനെ കണ്ട് അവരെ ശരിയാക്കുന്ന തന്നെ. കാരണം ഞാൻ പറയും എന്തെങ്കിലും പണിയാന്നില്ല, നീ മടൂറിന്റെ പേരിൽ നേർച്ചാക്ക. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ എത്രയോ മുജാഹിദിന്റെ പണി. എറണാകുളത്തിലുള്ള മാന്യു വക്കീൽ ഏറ്റവും വലിയ വക്കീല, നമ്മൾ ഉപ്പാന്റെ കാരണവരെ മോനും മുജാഹിദ. അയാളെ മകനിക്ക് ഒരു 4 കൊല്ലമായിട്ട് പണി നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു മോനെ നീ വിശ്വസിക്കില്ല, അയാൾ മടൂറിന്റെ പേരിൽ നേർച്ചയായിക്കോളും. നേർച്ചാക്കിയിട്ട് പോകാൻ വൈകുന്നേരം വന്നിട്ട് പറയാ ഇബ്രാഹിം കാക്ക ഞാൻ 10 കൊല്ലമായി നടക്കുന്ന നമുക്ക് കൊടുത്തിട്ടില്ല. മടൂർ ഷേഖിന്റെ പറഞ്ഞോ ഓൻ പറഞ്ഞു ഞാൻ വെറുക്കുന്നുണ്ട്, ഇതാന്ന് പറഞ്ഞ് ചെക്ക് എനിക്ക് തിരിച്ചു കൊടുത്ത് ഈ നേർച്ച ഐഡിയ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു എന്റെ ഉപ്പാന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് നേരത്തെ മടൂറിലേക്ക് CM സെന്ററിലേക്ക് പോസ്റ്റ് അയക്കുന്നുണ്ട്. ആ ചെക്കൻ അന്ന് മുതൽ ഇന്ന് വരെ കൃത്യം വ്യാഴാഴ്ച ഫാത്തിഹ ഓതലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സലാത്ത് വർദ്ധിച്ചോളി. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ താജുൽ ഉലമ അവരിട്ട ഈ ഫൗണ്ടേഷൻ സുന്നത്ത് ജമാഅത്ത് സാദാത്യങ്ങള് ഉലമാക്കള്, ഇത് എത്ര വലിയ രാഷ്ട്രീയക്കാർ വന്നാലും ഇതിനെ അനക്കാൻ പറ്റൂല. എന്നോട് ഒരു രാഷ്ട്രീയക്കാർ പറഞ്ഞു ഓ എല്ലാ മൊയിലാമാരും സൈക്കിൾ മോട്ടറിൽ പോകുന്നുണ്ട്, പണ്ട് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് കാലം വന്ന കാറിലും മൊയിലാറ് പോകുന്ന കാലം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എന്തുകൊണ്ട് ഒരു മൊയിലാറ് സൈക്കിൾ മോട്ടറിൽ പോയിക്കൂടാ? ഇൻഷാ അല്ലാഹ് കേരളത്തിൽ തന്നെ താജുൽ ഉലമാന്റെ ഹയാത്ത് ഉള്ളപ്പോ തന്നെ മൊയിലാമാർക്കുള്ള ഒരു ഫണ്ട് 10 കോടി രൂപന്റെ ഫണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നുണ്ട്. ഏതെല്ലാം മൊയിലാമാർ വീടില്ലാത്തവർ ഈ ദീന്റെ സേവനം ചെയ്ത് ഇന്നവർ എഞ്ചിനീയർ ആയിട്ടില്ല, ഡോക്ടർ ആയിട്ടില്ല, ഈ തലയും കെട്ടും കെട്ടിക്കൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ വർഗത്തിനെ ആദരിച്ച് സംരക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുഗ്രഹം അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഫാഅത്ത് കിട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തിനെ മുറുക്കി പിടിച്ചോളി. ഇനി രാഷ്ട്രീയക്കാർക്ക് ഇവര് ശാപം കൊടുത്തിട്ടില്ല. ഉള്ളാളം തങ്ങള് വെറും ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഗവൺമെന്റ് അങ്ങ് പോയി. ശാപം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കാൻ ഉണ്ടാവൂലായിരുന്നാണ് എന്റെ അനുഭവം. എന്റെ സ്വന്തം കുടുംബക്കാരവരെ MLA വല്ലതെന്തോ പറഞ്ഞ് തങ്ങൾ പറഞ്ഞു എടാ ഇനി അടുത്ത പ്രാവശ്യം MLA വേണ്ട പോന്ന്. ഒരു കാലം കോൺഗ്രസ് തോൽക്കാത്ത സ്ഥലത്ത് 250 വോട്ടിന് ഓൻ തോറ്റ് ഇബ്രാഹിം മാസ്റ്റർ. അവസാനം ഇബ്രാഹിം മാസ്റ്ററിന്റെ ഭാര്യ അത് മടൂർ ഷേഖിന്റെ പോന്ന്. ഞാൻ ഇബ്രാഹിം മാസ്റ്റർ എന്റെ 5ന്റെ മകൾ കെട്ടിയത് ഇബ്രാഹിം മാസ്റ്ററിന്റെ മോനിയാ. ഇബ്രാഹിം മാസ്റ്ററോട് പറഞ്ഞ് തോപ ചെയ്തോ, ആരെടുത്ത് കളിച്ചാലും തങ്ങളെടുത്ത് കളിക്കണ്ട,
കാരണം എനിക്കും അനുഭവമുണ്ട്. 1980 ഞാൻ കർണാടകത്തിന്റെ മന്ത്രിയാ. 23-ാമത്തെ വയസ്സിൽ 6 ഉണ്ടായിരുന്നു. ഭയങ്കരം ജോറായിട്ട് പോയി. തങ്ങൾ പറഞ്ഞു ഇതൊന്നും നടക്കൂല, ഇത് പൂട്ടി വെക്കണം. അന്ന് പൂട്ടിയത് പിന്നെ തങ്ങൾ പറഞ്ഞവരെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഓരോന്നും അനുഭവം കൊണ്ട് പറയുന്നതാ. മുത്താലിമുകളെ, കിതാബ് വായിച്ചാൽ ഇത് കിട്ടൂല. ഈന് അനുഭവം വേണം. ഇന്ന് ഉള്ളാളൻ തങ്ങളെന്ന് പറഞ്ഞാൽ റേഡിയോ അല്ല, ടിവിയാ. കാണിച്ചു കൊടുക്കും. എത്രയോ ആയിരക്കണക്കിൽ ക്യാൻസറുള്ള ആൾക്കാർ വെള്ളം മേടിച്ച് കുടിച്ച് ഷിഫ, മഹാനവർ കൈകൊണ്ട് അല്ലാഹു തആല ഷിഫ കൊടുത്തിട്ടുണ്ട്. ഇത് അവരെ ഇരുത്തിയിട്ട് പറയേണ്ടതല്ല. ഈ നാട്ടിലേക്ക് തന്നെ ഏറ്റവും വലിയ ബർക്കത്ത നിങ്ങൾ ഇന്ന് ഈ ചെയ്ത പരിപാടി. അതും കോട്ടൂർ ഉസ്താദ് ഇത്ര സാദാത്യങ്ങളെ വിളിച്ചിട്ട് ഈ പരിപാടി ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അവർ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം ഇതിൽ പങ്കെടുത്തിനോ എനിക്ക് എല്ലാവരോടും, രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ അല്ലാത്തവരും ഞാൻ പറയുന്നു, രാഷ്ട്രീയം നിങ്ങൾ കളിച്ചോളി. ഇപ്പൊ ഞാന് വലിയ രാഷ്ട്രീയക്കാരൻ, വലിയ രാഷ്ട്രീയക്കാരൻ. പക്ഷെ എന്റെ സ്ഥാനം ഉലമാക്കളെ പിന്നിലല്ലാണ്ട് ഉലമാക്കളെ മുമ്പിലല്ല എന്ന് വരെ നീ ഈ ഹുർമത്തുണ്ടാവുമോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇസ്സത്തിനെ നിലനിർത്തും. അതുകൊണ്ട് ഇന്ന് കേരളത്തില് അൽഹംദുലില്ലാഹ് മർക്കസു സഖാഫത്തു സുന്നിയ 12,000 വിദ്യാർത്ഥികൾ, ദ്യോബന്ദിലുള്ളത് 4,000 മാത്ര. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ ദർസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മർക്കസു സഖാഫത്തു സുന്നിയ ഉള്ളാളം തങ്ങളുള്ള അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് നടത്തുന്ന ഈ ദർസുകള് ഇന്ന് ഏഷ്യയിൽ വെച്ചിട്ട് എവിടെയുമില്ല. അബ്ബാസ് അൽ മാലിക്കി പൂനൂറിൽ വന്ന് അവര് വരുമ്പോ നിങ്ങൾക്കറിയാവോ, ആര് പോയി വിളിച്ചാലും വരൂല. വിളിക്കുന്ന മുമ്പ് ഒരു പറയോ, ഞാൻ റോസ ഷെരീഫിന്ന് ഇജാസത്ത് ചോദിക്കട്ടെ, അവിടുന്ന് ഇജാസത്ത് കിട്ടിയാൽ ഞാൻ വരാം. പൂനൂറിൽ സമ്മേളനത്തിൽ അബ്ബാസ് അൽ മാലിക്കി സ്വയം വന്നിട്ടില്ലേ? ഫഹദ് രാജാവിന്റെ എളാപ്പ അബ്ദുള്ള രാജാവ് അബ്ബാസ് മാലിക്കിനെ കണ്ട എണീച്ചു നിൽക്കൂ. അങ്ങനത്തെ ഒരു മഹാൻ മനുഷ്യനല്ലേ അന്ന് പൂനൂരിൽ വന്നിട്ട് 1 മണിക്കൂർ ബുർദ ഷെരീഫ് ചെല്ലിയ ആ ഭാര്യ അങ്ങ് വീഴ്ത്തുമ്പോ ഈനാക്കാട്ടി വലിയ കറാമത്തിന്റെ സ്നേഹിതന്മാരെ എന്താ വേണ്ടത്? അതുകൊണ്ട് വിശദമായി ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ CM സെന്റർ ഈന് നിങ്ങൾ സഹായിക്ക് പറയേണ്ട ആവശ്യമില്ല, തന്നെത്താൻ വരും ഇൻഷാ അല്ലാഹ്. അതിൽ യാതൊരു സംശയം വേണ്ട. കൊടുക്കാത്തവന്റെ മനസ്സുണ്ടെങ്കിലും അല്ലാഹു തആല അവനെ കൊണ്ട് കൊടുപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഈ ദർസ് ഇനിയും വളരും. കാരണം ഓരോരോ സ്ഥലത്തും ഓരോരോ സാദാത്യങ്ങളും മഹാന്മാര് ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ അടിയിൽ ഉള്ളാളം തങ്ങള് അധ്യക്ഷനായുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും UP-യിലും ബീഹാറിലും പല ഭാഗത്തും സുന്നത്ത് ജമാഅത്തിന്റെ പണി നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമായുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന് ഇനിയും വളർത്തട്ടെ. ഇവിടെ ഈ ആരെല്ലാം പങ്കെടുത്തിനോ അവർ ഹലാലായ മുറാദ് എന്റെ ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവർ ഹക്കും ബർക്കത്തുണ്ട് അല്ലാഹു തആല പൂർത്തിയായി കൊടുക്കുമാറാകട്ടെ. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്തിയല്ലാതെ ഓനക്കാളെ വലിയ വഖീർ ലോകത്തില്ല. അപ്പൊ അതുകൊണ്ട് സലാത്ത് പെരുപ്പിച്ചോ, അതേ നമുക്ക് ലക്ഷ്യമുള്ളൂ. ഞാൻ ഉറുദിയൊന്നും പറയാൻ ഉള്ള അർഹതയും അവകാശവും എനിക്കില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്ത് ദീന് എന്ന് പറഞ്ഞാൽ എന്താ? അത് സുന്നത്ത് ജമാഅത്ത്. അള്ളാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീനാണ്. എന്താ ഇസ്ലാം ദീന്? ആ ഇസ്ലാം ദീൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇതെല്ലാം വിശദമായി പറയാൻ എന്നെ കൊണ്ട് കഴിയും. കാരണം ആരെ സഹായമൊന്നും വേണ്ട, എല്ലാം പറയാൻ കഴിയും. പക്ഷേ സമയം വഴിയിപ്പോയല്ലോ. മണിയത്തിലായതാ 10:30 മണി, എപ്പോഴോ ആള് കൂടിയതാ. അപ്പൊ ചുരുക്കത്തിന്
ദീൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമം അതാണ് ദീന്റെ ധൈര്യം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജറുൽ ഹൈതമി തന്റെ തുഹഫ എന്നീ ഫിഖഹിന്റെ വലിയ കിതാബ് 10 ജുൽദുണ്ടല്ലോ, അതിൽ ആദ്യം മുഖദ്ദിമയിൽ പറഞ്ഞത് ഇതാണ് ദീനിന്റെ ധൈര്യം, ദീനിന്റെ സാങ്കേതികമായ അർത്ഥം. അള്ളാഹുവിന്റെ നിയമമാണ്, വേറെ അതുണ്ടാക്കിയതല്ല, നബി ഉണ്ടാക്കിയതല്ല, അമ്പിമാരുണ്ടാക്കിയതല്ല, ആരുമല്ല, അള്ളാഹുവിന്റെ നിയമം. എങ്ങനെയുള്ള നിയമം? ബുദ്ധിയുള്ള ആളുകളെ മുഴുവനും ബിദ്അത്ത് ഖൈറിലേക്ക് ക്ഷണിക്കുന്നേ. അതിന്റെ ചുരുക്കം അസ്സഅദത്തുൽ അബദിയ്യ, കാലകൊല്ലമുള്ള വിജയത്തിലേക്ക് തെളിക്കുന്ന ഒരു മതാണത്. ആ മതത്തിന്റെ അവകാശികളും അത് നടത്തുന്നവരും ആര്? അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പറഞ്ഞു പോലെ ഇത് സഹാബത്തിന് പറഞ്ഞു. സഹാബത്തില്ലാതെ കഴിയില്ല. നമ്മക്കാരത്തെയും ദീൻ തിരിയോ അള്ളാഹുവിനെ തിരിയോ ഖുർആൻ തിരിയോ ഹദീസ് തിരിയോ പറഞ്ഞ രണ്ടാളുകൾ സഹാബത്താണ്. അപ്പൊ അവരാരാ സഹാബത്ത്? ആ സഹാബത്ത് സാക്ഷികളാണ്. എങ്ങനത്തെ സാക്ഷികൾ? സാക്ഷി പറയാൻ അർഹതപ്പെട്ട് ആ സാക്ഷി പറഞ്ഞ അയാൾ ആരും നോക്കണ്ട. ആ സാക്ഷി അള്ളാഹു പറഞ്ഞു. എന്താ സഹാബത്തിനെ പറഞ്ഞത് പറ്റി പറഞ്ഞത്? റളിയല്ലാഹു തആല അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. അവർ സഹാബിയാണെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നോക്കണ്ട. നേരെ മറിച്ച് ഒരു ഹദീസിന്റെ സനദ് അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിലും 10000 സ്വലാത്ത് ചൊല്ലുന്നവനാണെങ്കിലും വലിയ ഇബാദത്തുള്ളവനാണെങ്കിലും അവനെപ്പറ്റി നോക്കണം. ഇവനാട് ഏതെങ്കിലും ഒരവസരത്തിൽ ഇവൻ പൊള്ളു പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, കടത്തിക്കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. സഹാബിയാണെന്ന് പറഞ്ഞാൽ നോക്കണ്ട. അതൊന്നും ഇപ്പം ഞാൻ പറയാൻ നിൽക്കണില്ല, പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ കോട്ടൂരിൻ്റെ ഉസ്താദിൻ്റെ വാസ്തവത്തിൽ ഇന്ന സ്വീകരിക്കാൻ ഇന്ന ബഹുമാനിക്കാറൊന്നുമല്ല. കോട്ടൂർ വിളിച്ചു പറഞ്ഞ് ഒരു ദിവസം രാവിലെ വന്നിട്ട് കാറിൽ വന്ന് അയാൾക്ക് ചൂടും പോയാണല്ലോ ഉള്ള കുപ്പാക്ക മടിക്കറ്റി കാരണം അവിടെ വന്നിട്ട് കുലല. എന്തേ വന്നത്? ഒന്നുമല്ല, ഒരു കൊല്ലത്തെ നമ്മളെ ദർസിൻ്റെ വരുമാനം, ഭക്ഷണം കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ തങ്ങളവിടെ വന്നാൽ കിട്ടും. അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ വരണം. ഓ ഞാൻ വരാം, ഞാൻ വന്നങ്ങോട്ട് ആവെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം കൊണ്ടുപോയിട്ടുണ്ടാക്കി AP അവിടെ സ്വീകരണം വെച്ച്. കാരണം നമ്മളെ മാരിക്ക്, അബ്ബാസ് മാരിക്ക്, മുഹമ്മദ് മാരിക്ക് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ. മുഹമ്മദ് മാരിക്ക് എന്ന് പറഞ്ഞ ആള് വലിയ അരിമാണ്. അവരെ സഹോദരനാണ് ആര്? അബ്ബാസ് മാരിക്ക്, അനുജനാണ്. അതും ചില ആൾക്ക് തിരിയില്ല, കേട്ടൊന്നും തിരിയില്ല, വലിയ ആൾക്കാണ് തിരിയില്ല. അബ്ബാസ് മാലിക്കിന് പല തനിക്കും ക്ഷണിച്ചപ്പോ മൂപ്പര് ഉത്തര എന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് അബ്ദുറഹ്മാൻ ബുഖാരിന്റെ ഒരു ഇതിൽ പരിപാടിയുണ്ട്, അത് ഞാൻ വരാതെ. അപ്പൊ അതിന് സമയം മാറ്റണം എന്നാ ഞാൻ വരാതെ. അങ്ങനെ മാറ്റി. അപ്പൊ രണ്ടും അള്ള വേണ്ടിവെച്ചതാണ്, പിന്നുണ്ടാക്കാനാ. അങ്ങനെയാണ് ഇപ്പൊ അതും ഇതും കൂടി വന്നത്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെയല്ലേ നിങ്ങൾ. അബ്ബാസ് മാലിക്ക്, മുഹമ്മദ് മാലിക്ക്, ഇവർ രണ്ടാളും. ഞാൻ ആദ്യം ഹജ്ജിന് പോയത് 961. അന്ന് കപ്പലിലല്ലാതെ പ്ലെയിനിൻ്റെ പ്രശ്നമേ ഇല്ല. ആ കാലത്ത് ഹജ്ജിന് പോയപ്പോൾ ഈ ഇവരെ വാപ്പിയാകുന്ന
സയ്യിദ് മാലിക്കി എന്ന മഹാനവറുകൾ അവിടെ മുദ്രിസ ഹറമിൽ തന്നെ ദർസിയിൽ കൊടുക്കുന്ന ആളാണ്. എത്രയോ ആലിമീങ്ങളുണ്ടാവും. ആ മഹാനവറുകൾ ഈ രണ്ട് കുട്ടികളെയും ചെറിയ കുട്ടികളാണെങ്കിലും തബറുക്കിന് വേണ്ടി അവിടെ ഇരുത്തു. അന്ന് എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാൻ പോകുമ്പോഴെല്ലാം സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നല്ലാതെ പോകാൻ എനിക്ക് കഴിയില്ല. പിന്നെ അങ്ങനെ ഒന്നായിട്ട് പോകരുമില്ല. പിന്നെ നിയമം ഒന്ന് 5 കൊല്ലാകുമ്പോഴേ പോയി കൊടുക്കും. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ എങ്ങനെ ആയി? ഇപ്പം 7 കൊല്ലത്തിലധികം തുടർച്ചയായിട്ട് പോകാൻ കഴിയും. മുഹമ്മദ് മാലിക്ക് എന്നെ പ്രാവശ്യം വന്നവൻ പറഞ്ഞു, നിങ്ങൾ തങ്ങൾ അവിടെ വരുന്നില്ലല്ലോ. നിങ്ങൾ അതെന്താ? നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ, എപ്പോഴും വന്നാൽ നിങ്ങൾക്ക് ഇടങ്ങാറല്ലേ? അല്ല, ഞാൻ ഇനി വരുന്നത്. പക്ഷേ അപ്പോഴേക്കും മൂപ്പര് മരിച്ചുപോയി. ഉണ്ടായില്ല. പ്രിയ സഹോദരങ്ങളെ, ഇൽമ് വല്ലാത്ത സാധന. ഇൽമ് ഇന്നിപ്പം ദർസ് നിറഞ്ഞ സാധനം ഇല്ല. എല്ലാവരും പറയുന്നത് ദർസുണ്ട്, കുട്ടികളില്ല. കേസല്ല, കുട്ടികളില്ല. ഞാൻ പറഞ്ഞു കുറച്ചായിട്ട് പിന്നീട് പറഞ്ഞ കുട്ടിക്കോ വെറും ദർസെന്ന് വെച്ചാൽ കുട്ടികളെ കിട്ടൂല. പിന്നെ ദേവാ കോളേജിൽ നിന്ന് വെച്ചോ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം കൂടുതൽ കൂട്ടിക്കോ. അല്ല, അങ്ങനെയല്ലപ്പോ. പണ്ടൊക്കെ അങ്ങനെ അല്ല. പക്ഷെ ഇന്നും കിട്ടോ. കോട്ടൂരിൻ്റെ അവിടെ എത്ര കുട്ടികളുണ്ട്? ഒരു കോളേജും അല്ല, വെറും ദർസ് മാത്രമല്ലേ. ഈ ചൂടും പുകയിലല്ലേ മൂപ്പര് ചെല്ലി കൊടുക്കുന്നത്. എത്ര കുട്ടികളുണ്ട്? ഇപ്പം കുട്ടികൾ സൂത്രം പഠിച്ചു. എന്താ എവിടെ ഓന്ന് വെച്ചാൽ ഞാൻ കോട്ടൂരിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇൽമുണ്ടാവില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു, എന്താ ഓതിയത് ഒന്ന് പറഞ്ഞ ഒരു കിട്ടുന്നത് കിട്ടൂല. അപ്പം അത് നീ പേരെടുക്കാൻ അതുകൊണ്ടൊന്നും അവർ ഓതിപ്പടിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല. ഇൽമ് നൂറും യഖ്ദിഫുഹു ഫീ ഖൽബി അബ്ദിഹി, മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രഭയാകുന്നു. കിതാബും ബി മാഫി പോലല്ലോ. കിതാബിനുള്ള ഇൽമ് അവന്റെ ദീനിന് വേണ്ടേ? ഓർമ്മ ഉണ്ടാവുമോ? ഒരു ശരത്തെഴുതി പോയി തരാൻ കഴിയുള്ളൂ. ഒരു ശരത്തെഴുതി ശരിയാ ഒരു കിതാബല്ലേ. അതിൻ്റെ ഖാത്തിമത്തെ പറഞ്ഞ ഇൽമ് ഇന്നുള്ള അഴിമീങ്ങൾക്ക് പറഞ്ഞു കഴിയുമോ? ചൂട്ടുള്ള പോലത്തെ ആളുണ്ടാവും. അല്ലാത്തൊക്കെ ആർക്കും എന്തിട്ടാനാ? ഒന്നും കിട്ടൂല. ഞാൻ ഒറ്റ ഒന്ന് പറ്റിയ ഇൽമിനെ പറ്റി എന്താ പറഞ്ഞത്? അജ്സാവുള്ളൊരു മിസലാസത്തുൻ. ഇൽമിന്റെ അജ്സാവ് 3 എന്താണ്? അജ്സാവുള്ളൊരു തെഹ്ദീബിന്റെ ഇബാറത്താണ്. 3 എന്താ അജ്സാവുള്ളു? ഇൽമ് 3 പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞാൽ തീരുവോ? മൗലൂഇ മബാദി മസായിൽ. മൗലൂഇ മബാദി മസായിൽ ഇബാറത്തന്നെയാണ് തിരിച്ച് കാണാതറിയ. ഇതിപ്പോ വിവരിച്ചാൽ ചെയ്യൂ. ഇപ്പൊ ഓതാനേ കിതാബില്ലാതായിരിക്കുന്നു. ഉള്ളാളത്തെ മുത്തബൽ ക്ലാസ്സിലുള്ള കൂട്ടർ നമുക്ക് ഹുസൂസൊന്നുമില്ല. ഒരു മുത്തബൽ തന്നെ ഉള്ളൂ. ആ മുത്തബല്ലോ കുട്ടികൾ ചോദിച്ച് നമ്മളെന്താ ഞോതണ്ടേ? നിങ്ങൾ ഹിക്കമോദിക്കണോ? അത് ഹിക്കമോദിയല്ലോ. പിന്നെന്തേ? എന്നാ യഹിയൻ്റെ 3-5 ചോദിക്കോ? അത് ഓതി. പിന്നെ എന്ത് വേണ്ടി? എല്ലാം ഓദിക്കുക. എന്നാ ഞാനൊരു കിതാബ് പറഞ്ഞാൽ അക്കായിദൊരു കിതാബുണ്ട്, അക്കീദൻ്റെ. അത് ഓദിക്കും. ഒരു തെരഞ്ഞത് എവിടെയും കിതാബില്ല. കിതാബ് കിട്ടാനുമില്ല, വായ്പാൻ കിട്ടാനില്ല, കിതാബിൽ അടിവില്ല. ഒരു ആ കിതാബില്ലല്ലോ. ഞാൻ തരണ കിതാബ് ഞാൻ പ്രൈവറ്റായിട്ട് വെല്ലൂർ നോക്കിയ കിതാബിൻ്റെ അല്ലേ. ചെറുതാണ്, വലുതൊന്നുമല്ല. AP പറഞ്ഞ പോലെ എനിക്ക് സ്വന്തം കിതാബ് വാങ്ങിയിട്ട് ഓതല്ല ഞാൻ. അതാത് അതിനുള്ള കഴിവുമില്ല. ഒരാൾ ചോദിക്കാൻ നടക്കാനും കഴിയില്ല. വായ്പ വാങ്ങിയിട്ട് ഓതാ.
ആദ്യം ഞാൻ മതിയത് പറയാൻ വരുമ്പോൾ ഇതെടുത്താൻ വായിപ്പായി. അപ്പോൾ അത് ചെതലെന്ന് പോയി വൃത്തിയിൽ വായിക്കുമ്പോൾ. അപ്പോൾ കണ്ണി മുസ്ലിയാരാണ് ഉസ്താദ്. മൂപ്പര് ചോദിച്ചാൽ എന്താ ഞങ്ങളെ വായിക്കാത്തത്? ഇവിടെ രേഷൻ ചെതലെന്ന് ചോദിക്കും. ഞാൻ അതിൻ്റെ അപ്പുറം വായിക്ക്. ഞാൻ അപ്പുറത്ത് വായിച്ചു. ഒന്നും കൂടി വായിച്ച്. പിന്നെ മൂപ്പർ ഒറ്റ വായിക്കരുത്, ചെതറുന്നത് അതിൻ്റെ അപ്പുറം എല്ലാം കൂടി ഒറ്റ വായിക്കരുത്. അതായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ളത് ചെതൽ നിർത്തി അഴകിത്ത നോക്കുമ്പോൾ മൂപ്പർ വായിച്ചു. അതായിരുന്നു. അതെന്നെ എന്ത് അങ്ങനത്തെ കന്യം മുസ്ലിം അവരെ കുരുത്തൊക്കെ നീക്കി പറ്റിയെന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു നടക്കണം. ആയിക്കോട്ടെ, ഞാൻ കുരുത്തുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈക്കൻ്റെ കുരുത്തക്കേട് വെച്ച് അങ്ങനെ പല കുരുത്തക്കൊണ്ട് നീക്കി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കുറച്ചും കൂടി ആസ്തി നീട്ടിയിട്ട് ഒരു കുരുത്തക്കേട് എനിക്ക് വെച്ചില്ല. ഞാൻ അവരോടും പറയും, കന്യമ്മയിലാരോടും പറയും, ഈക്കനോടും പറയും, അവർക്കൊക്കെ എന്നോട് സ്നേഹമാണ്. പിന്നെ ഓരോ കാലത്തിന് അള്ള വേണ്ടി വെച്ചൊക്കെ നടക്കണ്ടേ. മൂപ്പരെന്താ അറിയോ, കന്യമ്മയിലെന്നറിയാല. അവിടെ നിന്ന് ദ്വാരപ്പിച്ച് താഴെ കൊണ്ടായ പിന്നെ ഇവരല്ലേ ചക്കരക്കഞ്ഞി വെക്കുന്നത്. കുറച്ചാൽ അത് മൂപ്പരറിയില്ല. ഉള്ളാളക്കാർ അവിടുന്ന് ഉറൂസിന് ക്ഷണിക്കാൻ വേണ്ടിയില്ല വന്ന്. ആരൊക്കെ ഇന്നല്ല, ബാക്കിയുള്ള മൊഴിമാരന്മാരെ ക്ഷണിക്കാൻ പോകുമ്പം തങ്ങളും വരണ്ടേ. നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കണം, നിങ്ങൾ പോയി ക്ഷണിക്കണോ? ആര് പണ്ടാരനെ ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ? തങ്ങൾ വരണേ, തങ്ങൾ വരണേ നമ്മളെ കൂടെ. വരാ. അങ്ങനെ ഞാൻ വന്നു. ഈക്കൻ്റെ അടുത്ത് പോയാൻ പറയും, ഈക്കൻ കഞ്ഞിനൊക്കെ കണ്ടു ഇതൊക്കെ പോണില്ലേ, അവിടെയൊക്കെ പോയി പിന്നെ വലിയ കന്യമ്മയിലാണ്. അവിടെ പോയപ്പോൾ ഞാൻ കാറിലിരുന്നു, ഇവരയച്ചു. ഉള്ളാളത്തുനിന്ന് വന്ന അവധി എല്ലാം കൂടി മുപ്പരത്തേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളെന്തേ വന്ന്? ഞാൻ ഉള്ളാളം മുതൽ തങ്ങളോടെ തങ്ങൾ കാറിലുണ്ട്. എന്തായാലും കൊണ്ട് വിളിക്കും കുഞ്ഞുമാനെ, ഓമ്പ് പോവോ? അപ്പം അടുത്ത മാനവരെ വന്ന് മുപ്പര് വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സലാം കല്ലി ഒരു സലാം കല്ലി മറിക്കോന്. തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കല, അവിടെ ഒന്ന് അങ്ങോട്ട് വരണ്ടേ. അത് നിങ്ങളെന്നെ പുറത്താക്കിയില്ലേ, പിന്നെ ഞാനങ്ങനെ വരരുത്. തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ വന്നുള്ള നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു കേട്ടു. ഉള്ളാളക്കാർ കേട്ട കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തേതായതുണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീട്ടിൽ പുറത്താക്കും. എന്തെല്ലാം ഇവർ ചെയ്തു കൂട്ടിയത്. ഇനി ആർക്കാടാ കഴിയ? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മതിയായ നിലത്തിലല്ലേ. ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ 115 വയസ്സ് ജീവിച്ചാളാ. അങ്ങനത്തെ മഹാനവറുകളെ കാലത്താണ് സമത്വം ഉണ്ടാക്കിയത്. അന്നത്തെ എല്ലാ അഴിമകളും നമ്മളൊന്നും ജനിച്ചിട്ടും കൂടിയില്ല. ആ സ്ഥാപനത്തിന്റെ സംഗതികളൊക്കെ മാറ്റിമറിച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ പിന്നെ അവിടെ ഒത്തുകൊടുക്കാൻ കഴിയോ? AP ആയിട്ടല്ലടാ തെറ്റിയത്, ഞാനുമായിട്ടാ തെറ്റിയത്. അറിയോ? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭൂരിപക്ഷമില്ല. പക്ഷേ എനിക്ക് ഓടാനും പായാനും കഴിയൂല. അതിനെ AP ആക്കി അയാൾക്ക് കാവക്കാരും അതിൻ്റെ പുറമെ ആളും ഒക്കെ അള്ളാഹ് രസായും ഒക്കെ ഉണ്ട്. ഞാൻ എവിടെ പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാളും കൂടി കൂട്ടില്ല. ഞാൻ പണ്ട് പോയൊരു ബസ്സിലാണ്. അടുത്ത കാലം വരെ ഞാൻ വണ്ടിക്ക് പോയി എൻ്റെ നാട്ടിലിറങ്ങി ബസ്സിന് പോയിട്ടാണ് കുട്ടിക്കുളത്തേക്ക് പോവുക. വയ്യാത്തൊരു കാലം എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്, ഒരു സ്ഥാപനത്തിൻ്റെ കാറ്, ഒരു മുസ്തറക്കായ കാറ് ഇറക്കില്ല. മറ്റുള്ളവരൊക്കെ കാറിന് പോയാൽ ഒരു കൂടി അതിൻ്റെ വാടക കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ വകരെ കണക്ക് വെക്കണ്ടേ. എനിക്കതൊന്നും ആവശ്യമില്ല. ഇപ്പം എൻ്റെ കാറെന്നാ എക്സെൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാറ് പുറം വന്നിട്ടുണ്ടാവും. ഞാൻ അതിലെല്ലാം കിട്ടി വന്നത് കാറിൻ്റെ കൂടെ ഉണ്ടാവും. അതിപ്പോൾ മാറ്റണമെന്നാണ് പറഞ്ഞ ഒരാൾ. മാറ്റണം ഞാൻ ഒറ്റക്കത് വലിയ പൈസ ആകൂലോ എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ അത് പറ്റില്ല, തങ്ങളെ കാത് ഞാൻ തന്നെ വാങ്ങിച്ചുള്ളൂ എന്നൊരാൾ പറഞ്ഞു. അള്ള വേണ്ടി വെച്ചാലാവും, ഞാനത് കാത്തു നിൽക്കൊന്നുമല്ല.
ഇപ്പം എന്നാന്ന് വിളിച്ചു പറഞ്ഞ് കാറെല്ലാം റെഡി ചെയ്യുന്നു, പേരൊന്നും ശരിയായില്ല. പേരതൊക്കെ അയാൾ തന്നെ പറഞ്ഞ് 4444 പേര് വെച്ചാലോ. അത് ഹയ്യത്ത് എണ്ണത്തിൻ്റെ 4444 സലാത്തുകളുണ്ടല്ലോ, അല്ലേ എണ്ണാണല്ലോ. അത് തിരക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആക്കി തരട്ടെങ്കിൽ അതും ആക്കി കത്ത് തീർക്കണ്ട. അങ്ങനെ കാറു പറഞ്ഞ് ഇപ്പം വരണ്ട, ഞാൻ പൊന്നുരിഞ്ചില മുതൽ അവിടെ മറവട്ട് കിടക്കുന്ന ഒരാളുണ്ട്. എത്ര വലിയ മഹാന്മാർ നാട്ടിലുണ്ട്. പള്ളിപ്പടി മസ്താൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പൊന്നൂരിഞ്ചില മറവട്ട് കിടക്കുന്ന അയാളെ ഹാത്ത് കാലത്താണ് ഞാൻ ഉള്ളാളത്തിലേക്ക് വന്നത്. ഞാൻ എറണാകുളം പണ്ടേ കണ്ടിട്ടും പോയിട്ടും ഒന്നുമില്ല. ഉള്ളാളത്ത് ദർശിച്ചപ്പോൾ ആദ്യം തന്നെ റമദാനിലെ 2ാം വെള്ളിയാഴ്ചക്ക് തന്നെ ദർശിച്ചു. അതിൻ്റെ മുമ്പ് ഒരു വന്ന് ഉറപ്പിച്ചു. അക്കാലത്തൊക്കെ ദർശനം കഴിഞ്ഞ് പിന്നെയും കുറെ കൈ കൊടുക്കാം. അങ്ങനെ എൻ്റെ അമ്മോശനെ കാത്തുനിന്ന് പെരുന്നാളിന് എന്തായാലും വലിയ കാത്ത് അന്നുമില്ല, പെരുന്നാളിനുമില്ല. അപ്പം ഞാൻ തേടിപ്പോകേണ്ട ഞാൻ പോയി, ആളൊന്നുമില്ല, ഒറ്റക്ക്. അതിൻ്റെ മുമ്പ് ഷർണൂരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടേയില്ല. വെല്ലൂർ പോയതല്ല. വെല്ലൂർ നേരെ വണ്ടിക്ക് അവിടെ പോയി വെല്ലൂർ പോകാന്നല്ല വേറെ അറിയില്ലോ. അങ്ങനെ പല അതിശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയി ഇറങ്ങി എറണാകുളം പോയിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ മകന് കുറച്ച സമയമുള്ളൂ. 100 അസറും ജമ്മാക്കിയതായിരുന്നു. ഒരു ലടുക്കക്കാരനെ വിളിച്ച്, കുതിരവണ്ടിക്കാരനെ അടുത്ത പള്ളിക്കുള്ളയാക്കി അവിടെ ഉണ്ടാക്കി ഞാൻ 100 അസറും ജമ്മാക്കി നിസ്കരിച്ചു. പിന്നെ കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ശേഷം ഇനി അദ്ദേഹം നിസ്കരിച്ച് പുറത്തിറങ്ങാൻ ചോദിച്ചു. അങ്ങനെ അവിടുത്തെ ഇമാമുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, തങ്ങൾ ഇനി നമ്മളെ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഞാൻ വന്ന ആവശ്യം ഇന്നതാണ്. എൻ്റെ ഒരു അമ്മോശനെ തിരഞ്ഞ് വന്നത്. അയാൾ എവിടെ ഉള്ളതെന്നറിയില്ല, ശരിയായ അഡ്രസ് ഇല്ല. ഓ, അത് ഞാനറിയും. നായരമ്പലം എന്ന സ്ഥലത്ത് ഒരു പള്ളിപ്പണിയിലാണ് മൂപ്പര്. അപ്പം അഡ്രസ് കിട്ടിയല്ലോ. അത് ഞാൻ അവിടേക്ക് പോണ പോയിട്ടുണ്ട്. അവർക്ക് രാവിലെ ആളയച്ചിട്ടുണ്ടാക്കി ഒക്കെ പറയും. ഇതിന് ഉറുതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സംഭവം പറയും. അങ്ങനെ അയാൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവിടെ കഞ്ഞും പത്തി ഞാൻ രാത്രി തെക്കോട്ടൊക്കെ നമ്മളെ പതിവ് അങ്ങനെ. അപ്പം അതൊന്നും അയാൾ നോക്കാതെ എനിക്ക് വേണ്ടി ചോറിന് പ്രത്യേകം അയാഴ്ച കൊണ്ടുവന്നു. അതിന് രാത്രി അന്ന് അതിൻ്റെ തലേന്ന് ഭയങ്കരമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായി. പക്ഷെ നമ്മളതൊന്നും അറിയില്ല, വണ്ടിക്ക് പോകണത് കാറ്റും മഴ അറിയാല. ആണ് അവിടെ മഗ്‌രിബ് വന്ന് അവിടെ നിന്ന് ഒതെടുക്കുമ്പോൾ ഒരു മസ്താനെ പോലെ ഒരാൾ ഇങ്ങിച്ചറിഞ്ഞാൽ ഒരാൾ വേറെ കൊത്തിപ്പിടിക്കണം, വിടുന്ന് ഇങ്ങനെ കളിക്കണം. അങ്ങനെ കളിച്ച അന്ന് കണ്ടാലായ ഒന്നും അറിയില്ല. ഇയാൾ തക്കേരിച്ചപ്പം എന്താക്കി, ഇഷാൻസ്കാരം കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് അയാളെ റൂമിൽ കൊള്ളും. റൂമ് വലിയ റൂമൊന്നുമല്ല, അത്താർപ്പായോണ്ട് കെട്ടിണ്ടാക്കിയ പള്ളിൻ്റെ അടുത്തുള്ള റൂമാണ്. അതിന് ഞാൻ ഇരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ ഒന്ന് പാത്തി തരട്ടേന്നത്. ചാരണമായി അയാൾ പാത്താൻ പോയിൻ്റെ ഇടയിൽ ഞാൻ പണ്ട് കണ്ടിരേ ഇത് പിരാന്തണ്ണമായി കളിക്കുന്ന ഒരാൾ അയാൾ റൂമിലേക്ക് കയറിക്കുന്നു. മെല്ലെ കയറി വന്നിട്ട് ഉണ്ടാക്കി നോക്കിയോ ടിപ്പിംഗ് ബോക്സ് ഒക്കെ വന്നു. അയാൾക്ക് കൊണ്ടുവന്ന പറ്റിയും കല്ലിമത്തേണ്ട ടിപ്പിംഗ് ബോക്സ് തുറന്നിട്ടോ അയാൾ കഞ്ഞി കൈകൊണ്ട് തന്നെ കോരിക്കുടിക്കണ കഞ്ഞി കൈകൊണ്ട് വാരി കുടിക്കാൻ തുടങ്ങി. ഞാൻ ആകെ സ്ലിപ്പായി. ഇയാളിത് കുടിച്ച് പോയാൽ ഞാൻ കുടിച്ചത് കൂടെ എങ്കിലാട്ടെ ഇയാൾ പോണതിന് മുമ്പ് വന്നാൽ മതി എന്ന് ചോദിച്ചു. ഉടനെ അയാൾ വന്നപ്പോൾ ഉടനെ കൂട്ടാനൊക്കെ എടുത്ത് വെച്ചു. അപ്പം പിന്നെ അയാൾക്ക് കഞ്ഞും വേണ്ട കൂട്ടാനും വേണ്ട. അയാൾ അപ്പം തന്നെ മതിയാക്കിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ആൾ പണി വേറൊന്ന് അറബിൽ 2 ലഫ്സ് കൊണ്ട് വേറൊന്നു പോകും. ഞാൻ ആമീൻ ചെയ്തു. അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇയാൾ ചോദിക്കുന്നത് തങ്ങൾക്ക് അയാളറിയോ? ഇല്ല. പിന്നെ തങ്ങളെ വേറെ നിങ്ങളെന്തെങ്കിലും കൂട്ടാനെടുത്ത് വെച്ചു കൊടുത്ത് ഭ്രാന്തനാണ് അടിച്ചു വയ്ക്കലല്ലേ? ഭ്രാന്തനാണെങ്കിൽ അടിച്ചു വായിക്കലല്ലേ? നിങ്ങളത് കൂട്ടാനെടുത്ത് കൊടുത്തല്ലോ. അതാരാന്നറിയോ? അത് പള്ളിപ്പടി പ്രസ്ഥാന.
അപ്പൊ അമ്മോശം പറഞ്ഞിട്ടുണ്ട് പള്ളിപ്പണി അവസ്ഥാന്റെ കഥകല്ലോ. ഓഹോ, ഞാൻ വലിയ അതിശയുണ്ട്. ഒരാൾക്ക് ഈ മനുഷ്യൻ ധാരന്ന് കൊടുക്കണ ഞാൻ കേട്ടിട്ടില്ലത്. തങ്ങൾക്ക് ധാര കിട്ടിയല്ലോ. ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ അത് വേറെ നിങ്ങൾക്കല്ല, അയാൾ അറിയുന്ന ആളല്ലേ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് വിചാരിച്ചു. അതതിൻ്റെ സംഗതി. ആ ദ്വായാണ് ഉൾനാളത്തേക്ക് വിട്ടത് കേട്ടോ. ഇനി അതിൻ്റെ ശേഷമുള്ള കഥ കേൾക്കണങ്ങൾ. രാവിലെ വേറെ ആളാക്കി ആൾക്കൊണ്ടൊന്ന് ഈ നാമ്പരത്തിൽ പോകാൻ വേണ്ടി ബസ് കയറണം. ആ ബസ്സിൽ ബോട്ട് കയറണം. ബസ്സൊന്നുമല്ല അവിടെ, ബസ് പോണ നേരമല്ല അവിടെ. ബോട്ടിലവിടെ കൊണ്ടുവന്ന് ഓരോട് പറഞ്ഞു കൊടുക്കണം. മുപ്പത് പരിചയമുള്ള ആളല്ല, ഇറങ്ങേണ്ട സ്ഥലത്തെത്തുമ്പോൾ അത് നിൽക്കണം. കയറി അവിടെ പോയി ഇറങ്ങി, ബസ് നിർത്തി അവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ പോയാൽ മതി എന്ന് പറയും. ഞാനങ്ങ് തിരിഞ്ഞ് കുറച്ചെത്തിയപ്പോത്തും ബസ് രണ്ടാമത് അടുപ്പിച്ചു. വിട്ട ബസ് മടക്കടിക്ക്. അപ്പം എന്താ ഇന്ത്യയിൽ നിന്ന് വല്ലതും മറന്നുപോയോ? ഒന്നുമില്ല, ഒരു ചെറിയ ബേഗും കൊടിയേ ഉള്ളൂ, അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെന്തേ? അപ്പോഴൊരാൾ മാടി വിളിക്കണം. ശരി, തങ്ങൾ അയാൾ അവിടുത്തെ മുദരിസാണ് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. ലോകം മുദരിസല്ലല്ലോ ഞാനാ. ഇനി അയാളറിയാം, അയാളെ വാപ്പൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ചെറുപ്പക്കാരല്ല, അവിടെ വന്നിട്ടുണ്ട്. ഫാറൂഖ് കോളേജിൽ അറബിക്ക് ലെക്ചറായിട്ട് പിന്നീടുണ്ട് അയാളായി. തങ്ങളെന്തേ ഇവിടെ? ഞാൻ അമ്മോശനെ തെരഞ്ഞെടുത്ത് വന്നതല്ലേ. അമ്മോശൻ എൻ്റെ പിറക്കാണ് പോയി കണ്ടോ, അമ്മോശൻ എൻ്റെ പിറക്കാണ്. അപ്പം ഞാൻ ചോദിക്കണ്ടല്ലോ, നല്ലത്. വാസ്തവത്തിൽ ഞാൻ അവിടെ ഇറങ്ങി ഒറ്റക്ക് പോയെങ്കിൽ ഞാൻ പല കുണ്ടുകളും താന്നു പോകുകയുള്ളൂ. മഴ പെയ്താൽ അവിടെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലമാണ്. കാരണം ചേരിക്കുണ്ടുകളാണ് അധികം. വേനൽക്കാലത്തെ അവിടെ ഇറങ്ങാൻ പാടുള്ളൂ. ഇതൊന്നും നമ്മളറിയുള്ളൂ. അള്ളാഹു എളുപ്പാക്കി. അള്ളാഹ് വിചാരിച്ച മോനല്ലേ അല്ല ശരിയാക്കുന്നത്. അങ്ങനെ പോയി അമ്മോശനും അസ്തി നിങ്ങളെങ്ങനെ വന്ന്? ഞാനിങ്ങനെ എത്തി. അങ്ങനെ ഉണ്ടായി. അവിടെ നിന്ന് മൂപ്പരെ സമ്മതം വാങ്ങി ദർശനം വന്ന ഉള്ള ആളത്തേക്ക് ദർശനത്തിലേക്ക് വിട്ടത് പള്ളിപ്പടി മസ്താൻ കണ്ടോ. പള്ളിപ്പടി മസ്താന്റെ ഓതോടുകൂടെ അവിടെ വന്നു. വലിയ മഹാനാണ്. ചെമ്പിട്ട പള്ളിന്റെ പഠിക്കലാണ് മൂപ്പര് കിടക്കൽ. ആലുവായിൽ ഹജ്ജിന് പോയപ്പോൾ അവർ അറഫയിൽ കണ്ടു. വിവരിച്ചു, നമ്മളെ പള്ളിപ്പടി മസ്താൻ ഇവിടെ ഹജ്ജിനൊന്നുണ്ടല്ലോ. അന്ന് മൂപ്പര് കൊച്ചിയിൽ നിന്ന് വിട്ടു, അവിടെ നിന്ന് വിട്ടിട്ട് എറണാകുളം വന്നു. പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനത്തെ ഹുമുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നവർ. ഇപ്പൊ ഇപ്രാവശ്യം തന്നെ അവർ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നു ആ പള്ളിപ്പടിയിലേക്ക്. അവർ ആണ്ടിനെ ക്ഷണിച്ചിരിക്കുന്നു. അവിടെ പോകാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സാധിപ്പിച്ചാൽ പോകും. ഖത്മുൽ ഖുർആൻ അതിനു വേണ്ടി. അങ്ങനെ മഹാന്മാർ, അവരെ അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ, അള്ളാഹിന്റെ പൊരുത്തവും പ്രീതിയും സമ്പാദിച്ച ആലിമീങ്ങൾ. നമ്മളൊന്നും ആലിമീങ്ങളായിട്ടില്ലടോ. ഞാൻ തോന്നി വിചാരിക്കുന്നു, എനിക്ക് ഈ ഇങ്ങനത്തെ ജ്ഞാനം വരുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നു. ഇന്നും ഞാൻ കരഞ്ഞുപോയി. പൂനൂര് പോയപ്പോഴും ഞാൻ കരഞ്ഞുപോയി. കാരണം എല്ലാം കണ്ടാൽ ഒരാൾക്ക് തോന്നൂല. കാരണം എന്താ? നമ്മൾ നഫ്സിന് കിബിർ വന്നു പോകുമോ? അഹങ്കാരം വന്നു പോയപ്പോയില്ലേ? അതുകൊണ്ടത് വേണ്ട എന്ന് പറയലാ എൻ്റെ ഉദ്ദേശം. പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി പോകാതെ പറ്റുമോ? കൊട്ടൂരന്റെ ദർസ് അവിടെ നടക്കണം. അത് നമ്മൾ വന്നില്ലെങ്കിലും നിൽക്കും. പക്ഷേ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാൻ നോക്കും. അല്ല, ഞാൻ ഒക്കൂല. ഞാൻ നിർത്തം വന്ന് പാട്ട് കിടന്ന് ഞാൻ പറഞ്ഞു വരാൻ കഴിയില്ല. അത് നിക്കാഹിന എൻ്റെ നിക്കാഹ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആര് ചെയ്താലും പറ്റില്ല. തങ്ങൾ ഞാൻ വേറെ നേരം ചിലപ്പോൾ പോണില്ല. വലിയ പൈസയൊക്കെ തരും. എൻ്റെ പൈസയും വേണ്ട, വനിക്കും വേണം, പോയാൽ മതി, വരാൻ കഴിയില്ല. ആട്ടി ഓടിക്കാനാണല്ലോ പൈസ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്കെന്താ പൈസ ഒരു 80, 85, 86 വയസ്സാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. 86 വയസ്സുള്ള കൂട്ടത്തിലാരാ പറഞ്ഞ? അള്ളാഹു എൻ്റെ ഉമ്മയെ വാപ്പയാണെങ്കിൽ 63 വയസ്സുണ്ട് വെച്ചു. അമ്മോശൻ്റെ 63 വയസ്സുണ്ട് വെച്ചു. അങ്ങനെ എല്ലാവരും ആ വയസ്സ്. ഞാനെന്ത് ഇത്ര കാലം നീണ്ടത്?
അള്ളാഹു എന്തോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പെണ്ണെട്ടിയപ്പോൾ 15 വയസ്സിൽ കെട്ടിയാൽ പിന്നെ ഓതാൻ കഴിയുമോ? ഞാൻ വിട്ടില്ല, ഓതിയെന്ന് മാത്രമല്ല വെല്ലൂർക്ക് ഒളിച്ചുപോയി. വെല്ലൂർ പോയത് പറഞ്ഞിട്ട് പോയതൊന്നുമല്ല, വെറിയ ഒരു ബാഗ് കൊടുത്തിട്ട് ഒളിച്ചുപോയി. അങ്ങനെല്ലാം പഠിച്ച അതേ അവസരത്തിൽ പഠിക്കാൻ പോയാലോ ചെല്ലിക്കാൻ ഒരൊറ്റ ദർശനം ഒഴിയില്ല. 1-ാം ദർശനം വന്ന് എല്ലാവർക്കും വായിച്ചു കൊടുക്കും. വലിയമ്മക്കൊക്കെ ഞാൻ തന്നെ വായിച്ചു കൊടുക്കും. ഉസ്താദ് പറഞ്ഞ പോലെ പറയാൻ എനിക്കറിയാം. പിന്നെ എനിക്കൊരു ചൊക്കർ പിടിച്ച് പനി, ഭയങ്കരമായ പനി പിടിച്ചതിന് ശേഷം 5-6 മുറങ്ങുമെന്ന് പറഞ്ഞാൽ പണ്ടബോധ അറിവെന്ന് എന്തെങ്കിലും ഒന്ന് മുടങ്ങിപ്പോകുന്ന ലക്ഷണം. എൻ്റെ ഉമ്മാക്ക് വലിയ ആവശ്യമാണ്. 2 കുട്ടികളും പഠിച്ച് വിവരമുള്ളവരാവണം. എൻ്റെ വാപ്പയാണെങ്കിൽ വലിയ ആളാ. വാപ്പൻ്റെ പേര് കേട്ടാൽ ചേർത്താൻ ആ നാട്ടിലുണ്ടാവില്ല. അപ്പം പറഞ്ഞു കൂക്കള ചേർത്താന്മാർ കൂക്ക് വിളിച്ചാൽ ചെറിഞ്ഞിക്കോയ തങ്ങൾ വരണോ എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പം നിന്നു പോകും, പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഞാനതിനൊന്നും പോയില്ല, നമ്മൾ ഓടാൻ പോയതാ. അങ്ങനെ ആ പനി പിടിച്ച് 21 ദിവസം നീണ്ടു. ആ പനിയിൽ എനിക്ക് അള്ളാഹു ഉമ്മാൻ്റെ എല്ലാവരും ദ്വയും. ഇമ്മയാണെങ്കിലോ എപ്പോഴും ഖുർആനും സുന്നത്തും തന്നെ. ബാപ്പയാണെങ്കിൽ വലിയ വ്യവഹാരിയും, ആരോടും തോറ്റുകൊടുക്കാത്ത ആളാ. ശൈത്താനോട് മാത്രമല്ല മനുഷ്യനോടും തോറ്റുകൊടുക്കില്ല. പക്ഷേ അവരെല്ലാം ദുആ കൊണ്ട് എന്തായി പറ്റിയത് കൊടുക്കാൻ പഞ്ചഭൂതാരിൽ ഹവാസുൽ ഖംസുൽ ലാഹിറത്ത, പക്ഷേ ഹവാസുൽ ഖംസുൽ ബാത്തിന ഒരു ഹവാസുണ്ട്. അതിൽപ്പെട്ടതാണിത് ഹുബ്ബത്ത് ഹാഫിള. അതെനിക്ക് ഇടുപറ്റി ഇഫ്ലാക്കിയ യാസീന് വരെ മറന്നുപോയടോ. അന്ന് ഞാൻ തഫ്സീർ ഓതുന്ന കാലത്താണ്. ഞാൻ ഓതുന്ന തഫ്സീർ അതാ ദിവസം ഖുർആൻ പാടാക്കല. ആദ്യം സൂറത്തുൽ കഹ്ഫ് നിൽക്കാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫ് അപ്പം തന്നെ പാടായിച്ചു. അങ്ങനെ പിറ്റേന്ന് ഓതി അതിൻ്റെ പിറ്റേന്ന് സൂറത്തൊന്നും ചായത്തൊരു ഭാഗമുണ്ട്. ഇനി ആ ഭാഗം കേൾക്കാൻ പോകും, അതുകൊണ്ട് പാടാക്കാൻ കഴിയില്ല, അത് പോയി. അതിനപ്പുറത്തെ സൂറത്തൊന്നോ ഞാൻ പഠിച്ചു. സൂറത്ത് ത്വാഹയും കാണാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഈ പനി വന്നത്. ഇപ്പം എല്ലാം മറന്നില്ലേ? അള്ളാഹു അതിലൊക്കെ ഓരോ രഹസ്യങ്ങളാക്കിയിട്ടുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? സുന്നത്ത് ജമാഅത്താണ് ദീന്. ആ ദീനിൽ അടിയുറച്ചു നിന്നോളണം. അല്ലെങ്കിൽ നമ്മൾക്ക് ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും, സംശയമില്ല. എന്ത് പഠിച്ചതും ഫലമില്ല. പിന്നെ ഇൽമാണെങ്കിൽ കോട്ടൂർ ഉസ്താദിന് എന്തൊരു ചൂടാണ്, നമുക്ക് തന്നെ സങ്കടമില്ല. ഞാൻ തങ്ങളോട് ചോദിച്ചു, എന്താണ് ഇത് ഞങ്ങൾ നമ്മളെ മൈലത്തിലുണ്ട്? അത് പ്രകൃതിയാണ്, അതിൻ്റെ സ്വക്കളൊന്നുമല്ല, ശരീരത്തിൻ്റെ ഉഷ്ണമാണ്. അതും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അതിനല്ലേ എല്ലാം ചെയ്യണത്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇങ്ങനത്തെ മജ്‌ലിസും ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പണ്ടും ആ കാലത്തും എല്ലാവർക്കും നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മൾ വലിയ ഇഷ്ടമാണ്. കാരണം പഠിക്കണവരോടാണല്ലോ ഇഷ്ടം ഉണ്ടാവുക. എന്ത് ചോദിച്ചാലും മറുപടി വായിക്കില്ല, അപ്പം തന്നെ മറുപടി നൽകും. അങ്ങനെ പഠിച്ചു വെച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. അതിനോട് കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് വേണോ, പഠിച്ചു കഴിഞ്ഞതും പഠിക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു ശരത്ത് എഴുതി ഓതിയാൽ ആ ശരത്ത് എഴുതിയപ്പോൾ മന്ദിക്കലുള്ളൂ കിതാബ്. പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനൊക്കെ അർത്ഥം കൽബിൽ വേണം. കൽബിലില്ലെങ്കിൽ എവിടുന്നാ ശരിയാകുക? അതൊക്കെ വിവരിച്ചാൽ വളരെയധികം നീണ്ടുപോകും. വീരന്മാർ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്ത ബാക്കിയുള്ളവർ പറഞ്ഞിട്ടല്ല. ഒരു കവിയ എന്ന് പറഞ്ഞാൽ അങ്ങക്ക് തിരിയുള്ളൂ, വീരന്മാർക്കല്ല തിരിയുള്ളൂ. കവിയൻ്റെ ഒരു കവിയ അത് ഹക്കാണെങ്കിൽ അതിന് അക്സുന്നക്കിയും ഹക്ക് തന്നെയാണ്. അക്സുന്നക്കികൾ എന്താണെന്ന് ഇപ്പോൾ പറയണമെങ്കിൽ തിരിയോ വീരന്മാർക്ക്? അങ്ങനെ ഓരോ മസ്സരി എടുത്ത് നോക്കുമ്പോൾ അതും കൂടി പറയുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മൾ അധികം കിട്ടാറുള്ളത്.
അതിൽ പെട്ട ഞാൻ അക്കാലിൽ അത് ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടാക്കിയപ്പോൾ അവർ ഓതുന്നു. രണ്ടാമത്തെ ഇപ്പൊ കൊല്ലം അവർ ഓതുന്നു. ഇപ്പം തീരാനായി. അതിലെല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചുരുക്കത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എല്ലാവരും പറഞ്ഞ ഹദീസാണിത്. മറ്റൊരു അങ്ങനെ യമത്തും സംഘാവും അങ്ങനെ. ഈ സംഘത്തിൽ ആ സംഘം എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ ഉമ്മത്താരാ? ഉമ്മത്തുൽ ദഅവത്താണോ ഉമ്മത്തുൽ ഇജാബത്താണോ? ഉമ്മത്തുൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ നബി ആരിലേക്കെല്ലാം അയക്കപ്പെട്ടു അവരൊക്കെ പെടും. അപ്പൊ പിന്നെ 71 ഉണ്ടാവും. കാഫറും എല്ലാ സാധനവും പെട്ടില്ലേ. അപ്പൊ ഉമ്മത്തുൽ ദഅവത്തല്ല. ഉമ്മത്തുൽ ഇജാബത്താണെന്ന് വരുമ്പോഴോ തങ്ങളിൽ വിശ്വസിച്ച ആളുകൾ തന്നെയാണ് ഈ പാർട്ടിയാകുന്നത്. ആ പാർട്ടികളിൽ എത്ര പാർട്ടികളുണ്ട്? അതിൽ മുസബ്ബിഹത്ത് വരെയില്ലേ? ആ മുസബ്ബിഹത്തിൽ ഒരു പാർട്ടി പറയുന്നു അള്ളാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഒരു ഷേഖ് ഉണ്ടെങ്കിലോ പണ്ട് നിങ്ങളൊക്കെ മൈദാമാരൊക്കെ തുടർന്ന് ചെയ്ത് അയാൾ അള്ളാഹനെ ഞാൻ കാണിച്ചു തരാം. അമ്രതിന്റെ കോലത്തിൽ കാണിച്ചു തരാം. മുടിമുളക്കാത്ത അമ്രതിന്റെ കോലത്തിൽ അള്ളാഹനെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പറഞ്ഞ് ഒരു വിഭാഗം അങ്ങനെ പറയുന്നു അള്ളാഹു അമ്രതിന്റെ കോലത്തിലാണ്. അമ്രതും അജ്റതും പത്തത്തുൻ എന്ന് പറയും. അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ചെറിയ കിതാബിൽ തന്നെ പറയും. പിന്നെ അതുപോലെ നേരത്തെ എപ്പി പറഞ്ഞത് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാമുണ്ട്. യാഖൂത്തുൽ ഹമീയുടെ മുഅ്ജമുൽ ബുൽദാൻ എന്നൊരു താരീഖുണ്ട്. 80 പാർട്ടാണത്. 80 ജുസുണ്ട്. ആ താരീഖിൽ എന്ത് പറയുന്നു? മലബാറിനെ സംബന്ധിച്ച് മലബാർ യഖീമുൻ കബീറുൻ യസ്തമിറു അലാ മുദനിൻ കസീറ മിൻഹൽ പാക്കനൂർ വഅൻജറുൽ മദ്ഹൽ വയത്തസിൻ അമലുഹു ബിഅമാലി മുത്താൻ ومنها يجلب الفلفل إلى جميع الدنيا. العبارة അതിന് وجدت في تاريخ دمشق അതിൽ ആ ദിമഷ്കിലെ താരീഖാണ് അതിൽ. അങ്ങനെ ഇൽമ് ഒരുപാടുണ്ട്. എല്ലാ സംഗതികളും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അറിയുള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയാൽ പോരാ, അത് കൽബിൽ ഓർമ്മയുണ്ടാവണം. അതിന് അള്ളാഹു പഠിക്കുന്ന നമ്മൾക്ക് നല്ല ഇൽമും തഖ്വയും. ഇൽമിന്റെ എനിക്ക് മറന്നോളൂ, എനിക്ക് കിട്ടണില്ലോ എന്ന് പറഞ്ഞുണ്ടാവൂല. ഇൽമ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്നാകണം, കൽബ് ശരിയാവണം. അങ്ങനെ ആയാലും ഇൽമുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു ഹക്കായ നിലക്ക് പഠിച്ച് ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നേ മുത്തഖീങ്ങളാലും സാലിഹീങ്ങളാലും അള്ളാഹു നമ്മളാക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ അവരെ പ്രിയം വെക്കുന്നവരെങ്കിലും ആയിക്കോ. അല്ലാതെ കണ്ട് നമുക്ക് രക്ഷയുണ്ടാവൂല. എത്ര വലിയ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ചുകൂടി, എന്നിട്ട് നമ്മൾ ഇതിന് വെറുതെ പോകാൻ പറ്റൂലല്ലോ. റഹ്മുർ-റഹീമായ നാഥ, ഞങ്ങളെ ഈ ഒരുമിച്ചുകൂടിയ ആളുകളല്ല, എല്ലാ ആളുകളെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന സർവ്വ ആളുകളെയും പരിപൂർണ്ണ ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളാലാക്കണേ റഹ്മാനെ. പിന്നെ ദർസിന്റെ കാര്യം, ദർസാണ് ഇപ്പോൾ ഇല്ലാതായിപ്പോണത്. അത് നല്ല ഒരു ദർസാണ് ഇപ്പോൾ നമ്മളെ കോട്ടൂരിന്റെ ദർസ്. അയാൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. ദർസിനെ ഖിയാമം വരെ അല്ലാഹു നിലനിർത്തട്ടെ. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വേണ്ട സഹായം അതിൽ ചെയ്യാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ സലാത്ത് പറഞ്ഞാൽ ഞാൻ 2-3 സലാത്ത് ചെയ്തു. اللهم صل على محمد النبي الأمي الحبيب العاجل القليل العظيم الجاهي وعلى آله وصحبه وسلم. ഇതിന് ദഖീറത്തുൽ ഖൈർ എന്നാ പേര്. ഈ സലാത്ത് ഒരു ദിവസം കിടക്കാൻ നേരത്ത്
കിടക്കാൻ നമ്മൾ പോയി കിടക്കുമല്ലോ, ആ കിടക്കാൻ നേരത്തിൽ വെറുതെ കാര്യങ്ങൾ കിടക്കുമ്പോഴല്ലേ നമ്മൾ കിടക്കേണ്ടത്. ഒന്നുണ്ടാക്കി പിടിച്ചോ രണ്ടാക്കി നിസ്കരിച്ച് പാത്തിയും ഒന്നും അല്ലെങ്കിൽ പാത്തിയും ഇഖ്ലാസും ആബത്തെയും ഒക്കെ ഓതും, ആയത്തുൽ കുർസിയും ഒക്കെ ഓതും. ആ കൂട്ടത്തിൽ ഈ സലാത്തും ചൊല്ലിക്കും. 10 ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച രാവ് അല്ലാത്ത ദിവസം വെള്ളിയാഴ്ച രാവ് 100 ചൊല്ലിക്കോ. അങ്ങനെ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മളെ ആഖിബത്തിന്റെ കാര്യം ചിന്തിക്കണ്ട. കശ്ഫിന്റെ അഹ്ലുകാരെന്ന് പറയുന്നു, നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേന്നാ. പിന്നെ ആഖിബത്തിന്റെ കാര്യം മോശമുണ്ടോ? ബഹുമാനപ്പെട്ട യൂസുഫ് ബഹാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് സഅദത്തുദ്ദാറൈൻ എന്നൊരു ഹദീസിന്റെ കിതാബ്, അല്ല സലാത്തിന്റെ കിതാബ്, ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം. അതിന്റെ മെസ്റ്റികളിൽ ഒരാളാ പറഞ്ഞത്, അതിന്റെ ഇജാസത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു ആ സലാത്ത് ചെയ്തിക്കൂടി. പിന്നെ മറ്റൊന്നെന്തായിത്തീർന്ന് കടം വീടാനുള്ളതാണ്. എല്ലാവരും കടമെന്നല്ലേ പറയുന്നു, കടം വീടാനുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സലാത്ത് ഒരു ദിവസം രാപ്പകലിൻ്റെ ഇടയിൽ നിസ്കാരത്തിൻ്റെ പിറകെന്നൊന്നുമില്ല, 33 പ്രാവശ്യം ചെല്ല. നന്നക്കടണ്ടെങ്കിൽ 360 പ്രാവശ്യം ചെല്ല. പക്ഷേ കടം വീടാനെന്ന് കരുതി ചെല്ലണ്ട, അപ്പൊ അവർ ദുന്യവിയായി പോവും. എന്തുണ്ട് നമ്മൾ പഠിക്കാൻ? സലാത്തങ്ങ് ചൊല്ലിക്കോളൂ. ഈ പൊന്മള ഒരു ദിവസം എൻ്റെ സലാത്തിന് വന്നു, കരുവന്തിരിച്ച് ഒരാളെയും കുട്ടി വന്നു. ഞാൻ ഇന്ന് വന്നത് എന്തിനാണെന്നറിയോ തങ്ങളെ? എൻ്റെ കൂടെ ഒരാളുണ്ട്. തങ്ങൾ എപ്പോഴോ കളപ്പം നിർത്തിയിട്ട് പറഞ്ഞിന് കടം വീടിനൊരു സലാത്ത് പറഞ്ഞു കേട്ടിട്ട് അയാളെ ചൊല്ലി. അയാൾക്ക് ഒരുപാട് കടണ്ടേ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി നിസ്കരിച്ച് പിടിച്ച് കറങ്ങുമ്പോൾ കിടക്കല്ലോ, അവൾ നിന്നീച്ച് പുറത്ത് നോക്കുമ്പോൾ ഒരു പൊതി കിട്ടി. പൊതിയിൽ പണ. അപ്പം അങ്ങനെ വെച്ചിട്ട് ആരെയൊന്നും വീണുപോയതാവും എന്ന് മനസ്സിലാക്കി എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ്, വൈകുന്നേരം നിങ്ങൾക്ക് ആ ഒരു പൊതി കിട്ടി അവിടെ നിന്ന്. ആ കിട്ടി, അത് നിങ്ങൾക്കുള്ള എടുത്തുകൊള്ളുന്നത്. ആളെ തിരിഞ്ഞിട്ടുമില്ല. അപ്പം അയാൾ നല്ല തുറന്നു നോക്കി, 6000 ദിർഹമുണ്ട്. ഉറുപ്പ്യല്ല, 6000 ദിർഹമുണ്ട്. പെൺമകളോട് ചോദിച്ചോ, അയാളിപ്പോൾ പോയി. അപ്പം ആ സംഗതി തങ്ങളോട് പറയാൻ വന്നതാണ്. ആ വിചാരിച്ച് എനിക്ക് 6000 ദിർഹത്തിനാണ് ഞാൻ ചെല്ലിയാലും ശരിയാവില്ല കേട്ടോ. അപ്പം നമുക്ക് പണം ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ കിട്ടുമെന്ന് ചോദിക്കണ്ട, ഏതോ വിധത്തിൽ അള്ളാഹു വിട്ടില്ല. അപ്പം അയാളെ എല്ലാ കടും അതുകൊണ്ട് തീർന്നു പോയി, സുഖമായി. അങ്ങനെയാണ്. അപ്പം ഈ 2 സലാത്തും ചൊല്ലിക്കൂല, രണ്ടും നിങ്ങൾക്കെല്ലാം അനുവാദം തന്നു. എന്നോട് ചോദിക്കാനും വേണ്ട. മൈലാമാർക്ക് മുത്തലക്കായിദാത്ത് കൊടുക്കാനും സമ്മതം തന്നു. സാധാരണക്കാർക്ക് ചെല്ലാൻ ഇജാസത്തൻ മുത്തലക്കത്തെന്ന് പറഞ്ഞാൽ കൊടുക്കും ചെയ്യാം, ഇതിന് സമ്മതം. അത് നിങ്ങൾ ചൊല്ലി പതിവാക്കണം. പിന്നെ നാരിയത്ത് സലാത്ത്, അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും വരുന്ന സലാത്തല്ലേ. ഒരു പറയാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? നാരിയത്ത് സലാത്ത് എന്നാ അതിൻ്റെ പേര്. ആ സലാത്തിൽ ഞാൻ നരകത്ത് പോകുന്ന. നാറ് എന്ന് പറഞ്ഞാൽ നരകല്ലേ. ഒരു വാമി പറഞ്ഞാൽ പറഞ്ഞു. ഓ പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, വന്നവനെ കൊന്നുകളെന്ന് പഠിച്ചിട്ടേ. അത്രത്തോളം ഈ കുട്ടികളുണ്ടാവും സലാത്ത്. അള്ളാഹു കാക്കട്ടെ. അത് വലിയ ഫായിദുള്ള സലാത്താണ് നാരിയത്ത് സലാത്ത്. മൊയ്യദ്ദീൻ ശൈഖിൻ്റെ മാസ ഖുത്ബിയത്ത്. ഓ വലിയ ശിർക്കിൻ്റെ കൊട്ട ഖുത്ബിയത്താണ്. മഹാനവറുകളുടെ ഖുത്ബിയത്ത് എന്ന് പറഞ്ഞാൽ മൊയ്യദ്ദീൻ ശൈഖിൻ്റെ ഖസീദൊന്നുമല്ല. 1000 കൊല്ലം ഇപ്പോഴുള്ള ഒരു മുരീദ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന മുരീദ് ഉണ്ടാക്കിയ ഖസീദ. ആ ഖസീദയിൽ ആ മഹാനായ മഹവറുകൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി കായൽ പട്ടണത്തിൽ പോയാൽ കാണാം. കീഴക്കര കായൽക്കട്ടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി മഹാനവറുകൾ അവരെ മദീന തന്നെ കേട്ടാൽ നമുക്ക് വലിയ അതിശയവും. താൻ വലിയ ദുർസിയും
ചെറിയ കുട്ടികളൊന്നല്ല, വലിയ ദർസാണ്. ആ ദർസിന് മലക്കുകൾ വരെ വരും. ഒരു ദിവസം ആ ദർസിൽ ഒരാൾ വന്നു. ഇവർക്ക് ആരും പരിചയമില്ല. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു വഹൗലഹു ഫഖഹാഉൻ സദഖത്തുല്ലാഹി طبع قطابا عند الافتراق بغى ويثا فقد نال منه صدقة الله. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു. മിക്കായിൽ മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് അവിടെ. ഒരു സുബകനായ മനുഷ്യൻ ധർത്തൽ വന്നിരുന്നു. എല്ലാവരും നോക്കി. ഒരു സഫറിന്റെ അടയാളവും കൂടി അയാളിലില്ല. അങ്ങനെ തെറിസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇയാൾ ഉസ്താദുമായിട്ട് സംഭാഷണം ചെയ്തു. പോകുമ്പോ പിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വെള്ളം വേണം. മഴയാണ്, ഇവിടെ പള്ളിപ്പണിയാണ്, വെള്ളമില്ല. ഓ വെള്ളം തരാ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം മഴ വീഴുന്നു. കാരണം മീക്കായിൽ മഴ കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു അത്. ആ മലക്ക് വരെ തന്റെ ദർശനം ചെയ്തു. പിന്നെ മൊയ്യുദ്ദീൻ ശേഖന്റെ കാര്യം പറയാനുണ്ട് സഹോദരൻ. അവരൊക്കെ നിന്ദിച്ചവരെവിടുന്നാണ് രക്ഷപ്പെടുക? നിത്യം നിങ്ങൾ മൊയ്യുദ്ദീൻ ശേഖരന്റെ ഒരു പാത്തി ഒതുക്കടാ, എന്നാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഞാനിത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ ബർക്കത്തുകൊണ്ട. ഞാൻ മൊയ്യുദ്ദീന്മാരൊക്കെ കേട്ടിട്ടുണ്ട് അവരെ പേരിൽ ഓരോ പാത്തി വരും, അവരെ ദായും ബർക്കത്ത് എത്തുകയാണ്. അപ്പം ഞാൻ അത് ഓതി കഴിയണാത്ര ഓതാറുണ്ടായിരുന്നു. അല്ലെ ഒരുപാട് മുടക്കങ്ങളിൽ അയാളല്ലേ. ഞാനെന്താ 15 വയസ്സ് പെണ്ണെത്തിയാൽ പിന്നെ ഓതാൻ കഴിയുമോ? പിന്നെ വെല്ലൂർ പോവുക, വേറെന്തെങ്കിലും കഴിയുമോ? എല്ലാ ഫുനൂനും പഠിച്ചടോ, എല്ലാ ഫന്നുകളും ഞാൻ പഠിച്ചു. അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തു. അത് തന്നെയല്ല, എത്രയോ ആളുകൾക്ക് കാണാതെ ദർസ് ചെയ്ത് കൊടുക്കല. ആ ഉള്ളാകത്തെ പള്ളിൻ്റെ ചുറ്റിലും ആളിരിക്കും. അങ്ങനെ നടന്നിട്ട് ചെയ്തി കൊടുക്കല. ഇരുന്നാ പള്ള വിറുക്കല്ലോ. അങ്ങനെ ആ അള്ളാഹു തന്നത് മൊയ്യുദ്ദീൻ ശേഖന്റെ വർക്കത്തുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മുതുക ചെയ്യാതിരിക്കില്ല. മഹാ ചെറിയ ആളാ. ഒരു ദിവസം കലാകഥറിന്റെ വയതോറിയാണ്. കലാകഥറിന്റെ വാപ്പായിരുന്നു വയത്. എല്ലാം അള്ളാന്റെ കലാവും കഥവും എല്ലാവരും വിശ്വസിക്കണ കാര്യമില്ലേ? തൻ്റെ തലയിൽ വലിയൊരു സർപ്പം വന്നങ്ങ് വീണു. പല്ലി വീണാ എണ്ണിച്ച് വാവിലടാ നമ്മൾ. സർപ്പം വീണാ പിന്നെ ഉള്ള ആളൊക്കെ മടി. മൂപ്പർക്ക് ഒരു കുലുക്കുമില്ല. വീണെന്ന് മാത്രമല്ല, അത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം പോയി കൊണ്ട് പിടിച്ചെല്ലാം പോയി. എന്നിട്ടും അനക്കില്ല. ഒടുവിൽ പുറത്ത് ചാടി നേരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പഴത്ത് നിന്ന് എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കും. അപ്പൊ ഇവർക്ക് കേൾക്കേണ്ട ആ പാമ്പൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അപ്പൊ താൻ പറഞ്ഞു, പാമ്പ് പറഞ്ഞൊന്നും വേണമെന്നില്ലടോ, ഞാൻ പെരുത്താമരിയാക്കന്മാരെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത്ര ഒരു ഹിമ്മത്തുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഹിമ്മത്തും ഉൾക്കരത്തും നമ്മൾക്ക് വേണം. നട്ടണ്ട, പേടിക്കണ്ട. എന്തിന് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ശരിയായ ഈമാനുള്ള ഒരു മുഅ്മിന് പേടിക്കേണ്ടതുണ്ടോ? അദബന്നിൽ മുഅ്മിനി, മുഅ്മിന്റെ കാര്യം അതിശയമല്ലേ എന്ന് ഹദീസിൽ അല്ലാഹു പറഞ്ഞു. അവനൊരു മുള്ളു കുത്തിയാലും കൂലി, ഒരു മുള്ളു കുത്തിയാലും അവന് കൂലി. കാരണം മുള്ളു കുത്തിയാൽ അവനെന്ത് ചെയ്യും? ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി പറഞ്ഞാൽ മരിക്കാൻ മാത്രം പറഞ്ഞു നീ നമ്മളൊക്കെ വിശ്വസിക്കുക. അങ്ങനെയല്ല, ചെറുപ്പിന്റെ മാറത്താനും ചെല്ലണം. നേരെ മറിച്ചൊരു നിയമത്ത് കിട്ടിയാലും കൂലി, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. അപ്പോൾ അദബിന്റെ മുഅ്മിന്റെ കാര്യം വരുന്നത്. അങ്ങനത്തെ നമ്മൾ ഇൽമും കൂടി പഠിച്ചാൽ പേടിക്കണം. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈ കിഴക്കാപ്പുറാക്കി
ഉസ്താദ് കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്തേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുരുങ്ങില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കണം. ഞാൻ പറഞ്ഞതെന്നാ ഈ മടവൂരിൻ്റെ അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിച്ചതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായുമൊക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തൻ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വരുത്താൻ വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോൾ ഓൻ്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് ശേഷം അവൻ്റെ നാവില്ല. കാരണം ഇവൻ്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവൻ്റെ നാവ് ചുരുണ്ടു പോയിരിക്കുന്നു. ഇത് ഞാൻ പറയല്ല, ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. നമ്മളെ മാത്രമല്ല മറ്റൊന്നും പറഞ്ഞവനവൻ. ഒരാളെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല, അങ്ങനെ എല്ലാവരും തെറ്റുമ്പം പറയുമല്ലോ, അത് പതിവല്ലേ. അതുകൊണ്ട് അള്ളാഹു എല്ലാവരും നന്നാക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിനെ ഇല്ലാതാക്കാനൊന്നും കഴിയൂലല്ലോ. ഇപ്പം പൂരൂരി നമുക്ക് ചെയ്യണമെന്ന് ചീത്ത പറഞ്ഞ ഒരുത്തർ, അങ്ങനെ പറയണല്ലോ എത്രണ്ട്. ചീത്ത പറയാത്തവർ കേൾക്കാത്തവർ അന്നാലും റസൂൽ ചീത്ത പറഞ്ഞില്ലേ. പക്ഷെ നമ്മളതുപോലല്ലേ, നമ്മളൊരുപാട് തെറ്റുകളുള്ളവരാ, നമ്മൾ മത്സമ്യങ്ങളൊന്നുമല്ല. ആ തെറ്റ് പറഞ്ഞാലും ഞാൻ പറയും അള്ളാഹ് അവർക്ക് അള്ള പുറത്തു കൊടുക്കട്ടെ. ചില ആൾ പൊരുത്തപ്പെടിക്കാൻ വരുന്നുണ്ട്. എന്താണോ ഞാനും പറഞ്ഞു എൻ്റെ പൊരുത്തപ്പെടും. അതെല്ലാം അന്നേ പൊരുത്തപ്പെട്ടോ, ഞാൻ ആരോടും ജീവില്ല. അവർക്കെല്ലാം അള്ള പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുള്ളൂ. ഇപ്പോഴും അത് തന്നെ പറയും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ സിഹിറും പാരണും ചെയ്യല്ലേ. ദർസികൾ കുട്ടികൾ നിൽക്കണില്ല, അവർക്ക് സോക്കട് ഉൽമാനല്ലേ. വലിയൊരു ദർശന എന്നോട് വന്ന് പറഞ്ഞാൽ അവിടെ സിഹിറിൽ കുട്ടികളെ കൊണ്ട് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞടോ അനെ അവിടെ കയറിയും തീർന്നുള്ളൂ. പിന്നെ സോക്കടില്ല, തീർന്നു. പിന്നെ ആ സോക്കട് മാറി. എനിക്ക് സ്വന്തം സീർ ചെയ്തിട്ടില്ലേ? ഉള്ളാളത്തെ റൂമിൽ വരെ സീർ ചെയ്ത് വെച്ചു. ഒമാഹും അല്ലാഹു പറഞ്ഞ ആ സാഹിര്യങ്ങൾക്ക് ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇതിലില്ലാതെ. മരക്കണി ജിന്നൊരു ജിന്നുണ്ട്, അവിടെ എല്ലാവരും ഇരിക്കുമല്ലോ, എല്ലാവരും പോണാല. ഞാൻ അങ്ങനെ ജിന്നിൻ്റെ അടുത്തൊന്നും പോയില്ല. അതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് വയറുണ്ടാകാൻ പോയപ്പോൾ എൻ്റെ കാറിൽ ഈ ജിന്നുള്ള ആൾ വന്ന് കയറി. അപ്പം അയാൾ തക്കച്ച് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോയിക്കൂടെ. ഞാൻ പോണ പോക്കല്ലേ, കുടിക്കാനത്. പെണ്ണുങ്ങൾ വരെ വന്നില്ല, വയറിന് പോയേ. നമ്മൾ ആ കാറിനുണ്ട് പോകുന്നില്ലേ. അതൊന്നും വേണ്ട, നിങ്ങളെ ജിന്ന് അതറാവുമെന്ന് ചോദിച്ചു. അതറാവും. അങ്ങനെ ജിന്നുമായിട്ട് സംസാരിച്ചു.
അങ്ങനെ ആ ചിഹ്നം ഞാനായിട്ട് കുറച്ച് പരിചയമുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ആ ജിന്നിനോട് പറഞ്ഞപ്പോൾ ജിന്നിനൊരു ഭേദാണ്. ജിന്ന് പറയുന്നു, എനിക്ക് തങ്ങളോട് കുറച്ച് വർത്താനം പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞോളി, ഇപ്പം എനിക്ക് ഒഴിവാണല്ലോ, പറഞ്ഞോളി. അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എങ്ങനെ പറയണോ? ഞാൻ ഉള്ളാളത്ത് വരും. നിങ്ങൾ ഉള്ളാളത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമോ? അതുകൊണ്ട് നിങ്ങളെ അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ആ ജിന്ന് ഉള്ള ആൾക്ക് അന്നേരം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം അയാൾ വരണമെന്ന് പറഞ്ഞാൽ ആ വിഷയം എന്നെ അറിയിക്കണം. അങ്ങനെ ഞാൻ അറിയിച്ചു. ഞാൻ കാത്തു. ജിന്ന് വന്ന് കയറി അവിടെ നിന്ന് ഇസാമാരിയും ഡെല്ലയിലാണ് എത്തിയത്. അവിടെ നിന്ന് നിസ്കരിച്ച് എന്താക്കണ്ടി ഇവിടെ നിന്ന് തന്നെ ഹാജരാകല്ലോ. അങ്ങനെ ഇന്നങ്ങ് ഹാജരായി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഞാൻ വിചാരിച്ച് കുഴപ്പം നമ്മൾ പാർട്ടിയായതിൻ്റെ പേരിൽ വല്ലതും പറയാനായിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറേ കാലമായി. ഏതാണ് അന്നേ മുമ്പേ പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞ് വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തുള്ളതൊക്കെ ഞാൻ ആദ്യം നീക്കിയിരിക്കുന്നു. ഈ റൂമിൻ്റെ ഉള്ളിലും ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടെ വന്നാലല്ലേ കാണിച്ചു തരാൻ കഴിയൂ. തങ്ങൾ കക്കൂസിൽ പോകുന്ന കക്കൂസിൻ്റെ ഇടഭാഗത്ത് എന്താ ഉള്ളത്? അവിടെ വലിയൊരു അർമറുണ്ട്. അതിനെന്താ കിതാബുണ്ട്. അതിൻ്റെ ചോട്ടിലൊന്ന് നോക്കണം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓ നോക്കിക്കോളാം. പക്ഷേ ഞാൻ ഉടനെ വരാം. അത് നോക്കുന്ന ആൾ ഒതുകൊടുത്തിട്ട് വേണം നോക്കാൻ. സീതാമാരെ കഴിയാണല്ലോ, ഓർക്കും വല്ല അബദ്ധം വന്നുകൊണ്ടാണ്. അങ്ങനെ ഇറങ്ങി നോക്കി. അതിനുള്ളിലൊക്കെ നോക്കിയപ്പോൾ ആദ്യം ഒരു കൊയലെടുത്തുള്ളൂ. അത് അപ്പുറപ്പുറം നോക്കിയാൽ കാണുന്ന കൊയല. ഇപ്പോഴത്തെ കൊയലല്ലല്ലോ, കറണ്ടും ഒക്കെ ഉള്ള കൊയൽ. അതുപോലത്തെ മുസ്ലിം കൊയലാണ്, അതിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാലോ ഒന്നും കൂടി നോക്കി നമ്മളെ കാതിമുള്ളൂ. നോക്കിയപ്പോൾ ഒരു കൊയൽ കിട്ടി. ആ കൊയലിനെ അപ്പുറം ഇപ്പുറം അടച്ചിരിക്കണം. അതെടുത്ത് അവിടെ വെച്ച് ജിന്നാകളായി മുജാഹിദീങ്ങൾ ജിന്നും ചെയ്തതിനായിട്ട് കുണിങ്ങ വർത്താൻ എല്ലാവരും അറിയില്ലേ? അത് ഞാനിപ്പോൾ പറയൊന്നും വേണ്ടല്ലോ. അപ്പം അത് ജിന്ന് പറഞ്ഞ് ഇത് ഉടച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു കടലാസിന് അപ്പടി തന്നെ പൊതിഞ്ഞ് അതിനൊന്നും ഒഴിവാക്കണ്ട. എന്നിട്ട് പുഴയിലോ കടലിലോ ഒഴിച്ച് കളി. തങ്ങൾക്കൊരു ചെയ്യും ഏശിയിട്ടില്ല. ജിന്ന് പറയും. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെമ്പിൻ്റെ തകിട് കൊണ്ട് 2 തലക്കും എഴുതിയിട്ടുണ്ട്, ഹിന്ദുക്കളെ. അപ്പം ജപിച്ചു വെച്ചതാണ്. പക്ഷെ ഏത് ചെയ്താലും അള്ളാൻ്റെ ഇതിനുണ്ടെങ്കിലേ ഭരിക്കും. അള്ളാഹു എങ്കിയില്ല. അതുകൊണ്ട് എല്ലാ ചെയ്തവൻ്റെ ഹദറത്തിലുമല്ല ഞാൻ. എൻ്റെ പണി എന്ത്? നിസ്കരിക്കുന്നു, പറഞ്ഞു കൊടുക്കലും ഒക്കെ അല്ലേ. കുറെ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല. എങ്കിലും ജിന്ന് പറഞ്ഞ അതിനെപ്പറ്റി ഞങ്ങൾ മേടിക്കേണ്ട ഒരു സീൻ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് ജിന്ന് പറഞ്ഞ എനിക്ക് ഉറപ്പൊന്നുമല്ല. നിങ്ങളെ നമ്മളെ കാണാൻ പോലീസല്ലാതൊന്നുമല്ല. ജിന്ന് ഇൻസനെ കാണാൻ പോലീസുള്ളവരല്ല, നമ്മൾ തന്നെയാണ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ജിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തിനാ ദിവസമൊക്കെ കാണുന്നത്? കുറേ കാലിസ്ഥാനൊക്കെ അവിടെ ഇരുന്നാൽ പോലെയാണ്. അത് നിങ്ങളെ മധുഹബാ, എൻ്റെ മധുഹബ് അങ്ങനെയല്ല. എൻ്റെ മധുഹബ് ഞാൻ ഇരുമുകൊണ്ട് ചോരായിട്ട് മരിക്കണമെന്നാ. ഓ സമ്മതിച്ച് സാഷ്ടാംഗം പറഞ്ഞു പോയി. അങ്ങനെയാണ് എന്തായത്. എത്ര കുൽമാർ നടന്ന് എവിടെയും ഞാൻ പറയും ഒരു കാലം ഉള്ളാളത്ത് ഒരു കാലം ട്രെയിനിൽ ഉള്ളാളക്കാർക്ക് തന്നെ ദേഷ്യം പിടിക്കൂലേ? ദേഷ്യം പിടിച്ചാൽ എനിക്കെന്താ പുല്ല് വരെ യൗത്താണ്. അതൊന്നാരും കണ്ടുവെച്ച് ഞാൻ ചെയ്തില്ല. ഇപ്പൊ CM അയാൾ ഒരിക്കലും ഉള്ളാളത്ത് വന്നിട്ട് ഉറൂസിന്റെ വാദന എല്ലാവരും പേരില്ല. എന്നാൽ അയാൾ മന്ത്രിയാണ്. അതാ പറഞ്ഞത് എനിക്കും കിട്ടിയെന്ന് കുരുത്തക്കേട്. ഞാൻ പറയുന്നില്ല. ഇയാൾ നമ്മളെ ഒന്ന് പറഞ്ഞ ചോരം പ്രസംഗം ചെയ്തു. എത്ര എല്ലാം വരുമാനമുള്ള സ്ഥലത്ത് ഒരു യത്തീംഖാനയും കൂടിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ചോറ് കഴിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നത് അല്ല. നിങ്ങൾ യത്തീംഖാന വേണമെന്ന് പറഞ്ഞല്ലോ. യത്തീം മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ആരുമേയില്ല. മുസ്ലിം ഭരണകൂടമുണ്ടെങ്കിൽ അവർ നോക്കും. അവർക്ക് അതിൻ്റെ ഫണ്ട് തന്നെ വരുന്നുണ്ട്. ഇല്ലെങ്കിലോ
അതാത് സ്ഥലത്തുള്ള യത്തീമുകളെ അവിടെയുള്ള മയാസിറുൽ മുസ്ലിം കഴിവുള്ള മുസ്ലിങ്ങളെ മേൽ നിർബന്ധമാണ്. ഒരു മക്കാമിന്റെ പിരിവ് അത് ജലമാക്കണം എവിടെയുള്ളത്? അവിടെ ശരയുടെ നിയമന്ത്, അവിടെ മുത്തരിത്തായ ഉറുഫെന്താണോ അതുപോലെ നടന്നോളണം. ഇതൊരു മന്ത്രിന്റെ മുമ്പിൽ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ദഹിക്കുമോ? അത് അയാൾ അപ്പുറം പോയിട്ട് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ തങ്ങളും കുറച്ച് മേമ്പറമാരും തിന്നുന്നുണ്ട്. നാട്ടിലെ മണിക്കെത്തി പോത്തും മന്ത്രിസ്ഥാനല്ല, അത് പോയി. മന്ത്രിസ്ഥാനം എന്ന് പോയതാ. അതാ പറഞ്ഞ് എനിക്കും കിട്ടിയെന്ന് കുരുത്തക്കേട് നടക്കുക. നമ്മൾ പുറത്ത് കൊടുത്തത് ഇല്ലേ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഉള്ളത് ആരോടും പതിയും തിരിയും. അതിനുള്ള ഹിമ്മത്ത് അല്ലാഹു എനിക്ക് തരട്ടെ, ഇനിയും ഉണ്ടാകട്ടെ. അതിനല്ലാതെ കണ്ട് നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ ആരെന്തല്ല ഞാൻ മയസുമല്ല, ഒരുപാട് തെറ്റി അള്ളാഹുക്ക് പുറത്തു തരട്ടെ. നിങ്ങളും തരി തെറ്റുകുറ്റമൊക്കെ ഉണ്ടാവും. വലിയ ആബിദൊന്നും അല്ല, കഴിയുന്നത്തെ നമ്മളെ നിസ്കാരം തഹജ്ജുദൊക്കെ കഴിയുന്നത്തെ ചെയ്യും, അത്രയേ ഉള്ളൂ. ചിലവർ വിചാരിക്കും നമ്മൾ ഇത്ര പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞ നേരം വെളുക്കുന്നേ സുബഹിസ്കരിച്ച് പുറപ്പെടാണെങ്കിലും പിന്നെ ഖുർആൻ ഓതുകയായിരിക്കും. അതിൻ്റെ പതിവാണ്. എൻ്റെ വദീഫകൾ ഞാൻ വിടാറില്ല. ഒരു ദിവസം ഖുർആൻ ഓതുന്നത് ഞാൻ ഒഴിവാക്കില്ല. അവരെ വിട്ടാൽ പിന്നെ സമയത്ത് അത് അതിനുള്ള ആഫിയത്തും ഉണ്ടാവണം. അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നേരത്തെ അത്രേ എനിക്ക് വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ അവിടെ വേണ്ടത്? സംഭാവന കൊണ്ടാ. ഈ ദർസിൻ്റെ സംഭാവന ഒന്നും ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ പിന്നെ തരൂ, എന്റെ പൈസ ഇപ്പം തരാൻ കിസയില്ല. എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും നമ്മളെയും കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും എല്ലാം നീ കാക്കണേ റഹ്മാനെ. റഹ്മുർറഹീമായ നാഥ, അടിയങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. അടിയങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോടാണ് പറയാൻ? അതുകൊണ്ട് നമ്മളെ എല്ലാ ആവശ്യങ്ങളും നിനക്കറിയാ. അതെന്താ പോലെ വേങ്ങിയിട്ട് ഈ മജ്‌ലിസിൽ വെച്ച് കാണുന്ന ഒരാളെയും നീ ഖായിബാക്കരുത് റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമയും ഷെയ്ഖുന കാന്തപുരം ഉസ്താദും മറ്റു നമ്മുടെ ആലിമീങ്ങളും എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം, നമ്മുടെ പ്രസ്ഥാനം, അത് മാത്രമാണ് ഈ ദുനിയാവിൽ സത്യത്തിന്റെ മാർഗമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും നേരത്തെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തന്നെ വിവരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങ് പരിശുദ്ധമായ ഹറം ഷരീഫിലെ പ്രമുഖന്മാരായിരുന്ന പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മാലിക്കി തൊട്ട് അദ്ദേഹം ആ മഹാനവറുകളുടെ മക്കളായ മുഹമ്മദ് മാലിക്കി, അബ്ബാസ് മാലിക്കി തുടങ്ങി ഹറമിൽ ജീവിച്ച അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖന്മാരായ പണ്ഡിതന്മാർ അവരെല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം. അതോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആലിമീങ്ങൾ, സയ്യിദന്മാർ നമ്മുടെ കേരളത്തിലേക്ക് വരികയും നമ്മുടെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും എല്ലാവിധ സമ്മതങ്ങളും പൊരുത്തങ്ങളും അവർ നൽകുകയും ചെയ്തു എങ്കിൽ നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനയും നമ്മുടെ പ്രസ്ഥാനവും തികച്ചും അത് അള്ളാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മുടെ സംഘടനകളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാൻ
പരിശ്രമിക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരോടും ഉണർത്തുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഈ മഹാന്മാരായ സദാത്തുക്കളും ആലിമീങ്ങളും എല്ലാം ഇന്ന് ഈ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മെ സ്വർഗത്തിലെത്തിക്കുവാൻ നിശ്ചയം ഈ മഹത്തുക്കൾ തന്നെ നമുക്ക് മതിയെന്ന് നാം എല്ലാവരും വ്യക്തമായി ഉൾക്കൊള്ളുകയും മറ്റേതെങ്കിലും മാർഗങ്ങളിലേക്ക് പോകാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ ആലിമീങ്ങളുടെ ആ നേതൃത്വം ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് 3 വിഭാഗമായിരുന്നു ജനങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ 3 വിഭാഗം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ 3 വിഭാഗത്തിനും നേതാക്കളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മുഅ്മിനീങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് മുശ്രിക്കുകൾക്ക് നേതാവുണ്ടായിരുന്നു. അത് അബൂജഹലായിരുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതേ സമയത്ത് മുശ്രിക്കോ മുസ്ലിമോ എന്ന് തീർത്ത് കൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിമിന്റെ വേഷവും കോലവും സ്വീകരിച്ച് മുസ്ലിമിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന കപടവിശ്വാസികളായ മുനാഫിക്കുകൾ ആ കാലത്തുണ്ടായിരുന്നു. അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ. അതേ നിലയിൽ ഇന്ന് മുഅ്മിനീങ്ങളുടെ നേതൃത്വം നമ്മുടെ താജുൽ ഉലമയും ശൈഖുന കാന്തപുരം ഉസ്താദും മുഅ്മിനീങ്ങളുടെ നേതാക്കളായി ഇന്ന് നമുക്ക് ലോകത്ത് നേതൃത്വം നൽകുമ്പോൾ മുനാഫിക്കുകളുടെ നേതാക്കളായി ഞാൻ തീർത്തു പറയുന്നു, കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന, അതിന്റെ ശരിയായ പേര് കേരള നെതുവത്തുൽ മുനാഫിഖീൻ എന്നാണ്. അതിന്റെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ ടി പി അബ്ദുള്ള കോയ മദനിയും ഹുസൈൻ മടവൂരും ഒക്കെയാണ്. അവരാ പഴയ പാരമ്പര്യത്തിലെ മുനാഫിഖ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളാകുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുശ്രിക്കുകളുടെ നേതാക്കൾ ആരാണ് എന്നിവിടെ പറയേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും ബോധ്യമായതുകൊണ്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് മുനാഫിക്കുകളുടെ പ്രസ്ഥാനത്തിൽ പെട്ടുപോകാതിരിക്കാൻ മുഅ്മിനീങ്ങളുടെ പ്രസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മഹാന്മാരുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അർഹമുർ-റാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും എല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവരുടെ തണൽ അല്ലാഹു നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള ഉസ്താദുമാർക്കും എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് 3 സലാത്തോടു കൂടി ഈ യോഗം പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി